ഹായ് ഹലോ നമസ്കാരം. എൻ്റെ ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോയ്ക്ക് ഒരു പ്രത്യേകതയുണ്ട്. ആക്ച്വലി ഇന്ന് ഞാനൊരു ടെക്നിക്കൽ വീഡിയോ അല്ല ചെയ്യുന്നത്, മറിച്ച് ടെക്നോളജി പരമായിട്ടുള്ളൊരു വീഡിയോ തന്നെയാണ്. ഇന്ന് ഞാൻ ഒരാളെ ഇൻ്റർവ്യൂ ചെയ്യുകയാണ്. ആക്ച്വലി ഒരു ഇൻ്റർവ്യൂ അല്ല, ഒരു കാഷ്വൽ ടോക്കാണ്. എൻ്റെ ഒരു സുഹൃത്തായിട്ടുള്ള സുനിൽ ജെ തരകൻ, അദ്ദേഹം തൃശ്ശൂർക്കാർക്ക് ഭയങ്കര സുപരിചിതനാണ്. കാരണം കേരളത്തിലെ ഏറ്റവും കുറഞ്ഞ ലെവലിൽ അഡ്വർടൈസ്മെൻറ്റ് നിർമ്മിക്കുന്ന, പരസ്യങ്ങൾ നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്. ഇദ്ദേഹത്തിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ഒരു സ്ഥലത്തും ഇൻ്റർവ്യൂ അങ്ങനത്തെ കാര്യങ്ങൾക്കോ ബൈറ്റുകളോ കൊടുക്കാൻ നിൽക്കില്ല. പബ്ലിസിറ്റി ഒട്ടും താല്പര്യമില്ലാത്തൊരു മനുഷ്യൻ. വളരെ നിർബന്ധിച്ചിട്ടാണ് എനിക്ക് എൻ്റെ ചാനലിന് വേണ്ടിയിട്ട് ആൾ ഒരു വീഡിയോ തരാം എന്ന് പറഞ്ഞത്. ഇദ്ദേഹത്തിന് മറ്റ് പ്രത്യേകതകൾ എന്ന് പറഞ്ഞാൽ ഇദ്ദേഹം ആക്ച്വലി ഒരു സിനിമോട്ടോഗ്രാഫറാണ്, ആഡ് ഫിലിം മേക്കറാണ്, ഡയറക്ടറാണ്, സ്ക്രിപ്റ്റ് റൈറ്ററാണ്, കഥകൾ എഴുതും, അഭിനയിക്കും, ഒരുപാട് പരസ്യങ്ങൾ അഭിനയിച്ചിട്ടുണ്ട്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്ന ഒട്ടുമിക്ക പരസ്യങ്ങളുടെയും പിറകിൽ സൗണ്ട് കൊടുത്ത് ഇദ്ദേഹമായിരിക്കും. ഇദ്ദേഹത്തിൻ്റെ സൗണ്ടാണ് പിന്നീട് കുറച്ച് രൂപമാറ്റവും ഭാവമാറ്റവും ടെമ്പോ ഒക്കെ മാറ്റി നമ്മൾ കേൾക്കുന്നത്. പക്ഷേ തൃശ്ശൂർക്കാർക്ക് ഇദ്ദേഹം വളരെ സുപരിചിതനാണ്. മറ്റ് ജില്ലകളിലെ ആൾക്കാർക്ക് എത്രത്തോളം അറിയുമെന്ന് എനിക്കറിയില്ല. പക്ഷേ ആൾ ഒരുപാട് ആഡ് ഫിലിംസൊക്കെ ചെയ്ത് അത്യാവശ്യം പോപ്പുലറായിട്ടുള്ള ആളാണ്. പക്ഷേ ഇതുവരെയും മുഖ്യധാരയിലേക്ക് ആൾ കടന്നു വന്നിട്ടില്ല. അദ്ദേഹത്തിൻ്റെ കുറേ ഞാൻ ഒബ്സർവ് ചെയ്തിട്ടുള്ളതാണ് ആളുടെ കുറേ രീതികൾ. നന്നായിട്ട് വായിക്കുന്ന കൂട്ടത്തിലൊരു വ്യക്തിയാണ്. നല്ലൊരു വിഷൻ ഉണ്ട് ആൾക്ക് ഇതിലൂടെ പണം സമ്പാദിക്കുക എന്നുള്ള അതിനുപരി അങ്ങനൊരു ഇതില്ല. ശരിക്ക് ഒരു ആഡ് ചെയ്യുമ്പോൾ അതിന് നമുക്ക് ഇത്ര റവന്യൂ ഉണ്ടാക്കണമെന്നില്ല. ചില സമയത്ത് ചില ബ്രാൻഡുകളൊക്കെ ചെയ്യാൻ വരുമ്പോൾ സാധാരണക്കാരുടെ പരസ്യങ്ങളൊക്കെ വരുമ്പോൾ അത് ആ രീതിയിൽ അപ്രോച്ച് ചെയ്ത് അവർക്ക് ഇതിലെത്ര ചെറിയ പ്രൊഡക്റ്റ് ആണല്ലോ, അപ്പോൾ നമുക്ക് ഇത്രയ്ക്ക് ചെയ്ത് കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് വളരെ ഏറ്റവും കുറഞ്ഞ ചിലവിൽ പരസ്യം നിർമ്മിക്കുന്ന ഒരു വ്യക്തിയാണ്. സോ ഞാൻ ഈ ചാനലിൽ എന്നും ഞാനിങ്ങനെ എന്ന് പറയുമ്പോൾ ആൾക്കാർക്ക് ബോറടിച്ച് ആലോചിച്ചിട്ടാണ് ഞാൻ പുതിയ പുതിയ സെഗ്മെൻറ്റുകൾ കൊണ്ടുവരുന്നത്. സോ ഈ സെഗ്മെൻറ്റിൽ ഞാൻ ഇട്ടിരിക്കുന്ന പേര് കാഷ്വൽ ടോക്സ് എന്നാണ്. സോ കാഷ്വൽ ടോക്സിൽ ഇന്ന് നമ്മുടെ അതിഥി സുനിൽ ജെ തരകനാണ്. സോ നമുക്ക് അദ്ദേഹത്തെ പരിചയപ്പെടാം. സുനിൽ തരകൻ്റെ ഒരു പ്രത്യേകത എന്താ വെച്ച് കഴിഞ്ഞാൽ തൃശ്ശൂരിലെ ഏറ്റവും ചുരുങ്ങിയ ചിലവിൽ പരസ്യം ചെയ്യുന്ന ആളാണ് സുനിൽ തരകൻ. സത്യമാണോ? അപ്പോൾ സുനിൽ തരകന് ഈ മേഖലയിലേക്ക് വരാനുള്ള കാരണം എന്താണ്? ആരാണ് ശരിക്കും മോട്ടിവേഷൻ ആകാത്തിരിക്കും? മോട്ടിവേഷൻ എന്ന് പറയാൻ പറ്റില്ല, അതിലേക്ക് വന്നു എന്നാണ് പറയാം. എന്നുവെച്ചാൽ ആക്ച്വലി ഇതിൽ സിനിമയാണല്ലോ നമ്മുടെ പാഷൻ. സിനിമയോടുള്ള പാഷൻ കൊണ്ട് നമ്മൾ ജീവിക്കാനായി പരസ്യങ്ങളിലേക്ക് വന്നു എന്ന് വേണമെങ്കിൽ പറയാം ജീവിതത്തിൽ. അപ്പോൾ ഇത് ക്രിയേറ്റീവായിട്ടൊരു പ്രൊഫഷനാണെന്നുള്ള രീതിയിൽ പരസ്യത്തിൽ നിന്നു മാത്രം. ഈ നമ്മളിപ്പോൾ സിനിമയിൽ അഭിനയിക്കുന്നു, പരസ്യത്തിൽ അഭിനയിക്കുന്നു, റിപ്പീറ്റ് വാല്യൂ കൂടുതലാണ് പരസ്യത്തിന്. പക്ഷേ എപ്പോഴും ആളുകൾ വീണ്ടും സിനിമയിലേക്കാണ് കൂടുതൽ പോയിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഇപ്പോൾ പരസ്യത്തിന്റെയും സിനിമയുടെയും മെയിൻ വ്യത്യാസം എന്താണ്? നമ്മളൊരു കണ്ടന്റ് കൺസ്യൂം ചെയ്യുമ്പോൾ എന്തായാലും ഞാൻ ആദ്യമായിട്ട് ഷോർട്ട് ഫിലിം ചെയ്തത് സ്ലൈറ്റ് എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമാണ്. അപ്പോൾ ഈ സ്ലൈറ്റ് ഷോർട്ട് ഫിലിം ഞാൻ എൻ്റെ ഒരു 19-20 വയസ്സിലാണ് ചെയ്യണത്. അന്നൊരു ഹാൻഡിക്യാം ക്യാമറയിലാണ് ഷൂട്ട് ചെയ്യണത്. അപ്പോൾ അത് ഷൂട്ട് ചെയ്യുമ്പോൾ സ്റ്റാൻഡൊന്നും ഇല്ല. അങ്ങനെ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് അതിൽ അഭിനയിക്കുക ഒരാൾ വിളിച്ചു കൊടുക്കുന്നത്. അപ്പോൾ എൻ്റെ മനസ്സിലൊരു ഒരു ഒരു വിഷ്വൽ എന്ന് പറയുന്നത് വിഷ്വലാണ് അതിലുള്ള മൊത്തം, ഡയലോഗ്സ് ഇല്ല. അപ്പോൾ അങ്ങനെ കുറച്ച് ഷോർട്ട്സുകൾ വെച്ചിട്ട് അത് ഷൂട്ട് ചെയ്ത് എഡിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് പ്രസൻറ്റ് ചെയ്തപ്പോൾ ഒരു 5-6 മിനിറ്റാണുള്ളത്. അപ്പോൾ അത് അന്ന് കണ്ടപ്പോൾ എല്ലാവരും പറഞ്ഞു, അന്ന് ഞാൻ ഫോട്ടോഷോപ്പും എഡിറ്റിംഗ് ഒക്കെ പഠിക്കുന്ന സമയമാണ്. അന്ന് കാണാൻ വന്നിരുന്ന ബിജിലാല പോലെ പല ഡയറക്ടേഴ്സ് അതൊന്നും കണ്ടിട്ട് പറഞ്ഞു, സുനിൽ നിനക്ക് ഏറ്റവും വഴങ്ങുന്ന ഫീൽഡ് അഡ്വർടൈസിങ് മേഖല, പരസ്യ മേഖലയായിരിക്കും. കാരണം വളരെ കുറച്ച് സമയത്തിൽ ഈ കൺവേ ചെയ്യപ്പെടുന്ന ആശയങ്ങൾ, ഇത്രയും വലിയ ആശയം കൺവേ ചെയ്യുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര ടാസ്ക്കാണ്. പക്ഷെ നീ അത് വളരെ സിമ്പിളായിട്ട് ചെയ്തുകൊണ്ട് പരസ്യമായിരിക്കും ഇതിനെ കുറച്ചുകൂടി പറ്റിയതെന്ന്. അങ്ങനെയാണ് ശരിക്കും പറയുകയാണെങ്കിൽ ഞാൻ അഡ്വർടൈസിങ് എന്ന് പറയുന്ന മേഖലയിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്തത്. പിന്നെ അതിനു മുമ്പ് ഞാൻ ഈ പരസ്യമൊന്നുമല്ല, ഞാൻ ഒരു പടങ്ങൾ വരയ്ക്കുകയായിരുന്നു, ചിത്രങ്ങൾ വരയ്ക്കുക എന്ന് പറയുന്നൊരു കഴിവുണ്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാനൊരു ദിവസം, എനിക്ക് വേറെ ബിസിനസ്സായിരുന്നു. ഒരു ദിവസം എൻ്റെ വീടിൻ്റെ അടുത്തൊരു പയ്യൻ ഇങ്ങനെ ഫോട്ടോഷോപ്പ് ഡിസൈനിങ് ഒക്കെ പഠിക്കുന്ന, അവൻ പറഞ്ഞു ഞാൻ ഫോട്ടോഷോപ്പ് പഠിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ തുടക്കകാലമാണ് ഈ ഫോട്ടോഷോപ്പിൻ്റെയൊക്കെ. ഒരു 20 വർഷം മുമ്പ്, 22 വർഷം മുമ്പ്. അന്നൊന്ന് ഈ കമ്പ്യൂട്ടർ സാക്ഷരതയൊക്കെ ആയി വരുന്ന സമയമാണ്. ആ കാലഘട്ടത്തിലാണ് ഇവൻ ബസ്സിലിരുന്ന് പറഞ്ഞു എന്നോട് ഇങ്ങനെ ഒരു സംഭവമുണ്ട്, ഈ കമ്പ്യൂട്ടർ ഫോട്ടോഷോപ്പ് ഡിസൈനിങ് പഠിച്ച ഭയങ്കര തൊഴിൽ സാധ്യതയുണ്ടെന്നൊക്കെ. അപ്പോൾ ഞാനത് അന്വേഷിച്ചപ്പോൾ അത് കമ്പ്യൂട്ടർ ഓപ്പറേറ്റ് ചെയ്യാൻ എനിക്കറിയില്ല, അന്ന് കമ്പ്യൂട്ടർ പഠിച്ചിട്ടില്ല. അങ്ങനെ കമ്പ്യൂട്ടർ സാക്ഷരതാ മിഷനിൽ പോയിട്ട് കമ്പ്യൂട്ടർ പഠിക്കാൻ പോകും ഞാൻ. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ അവർ ഈ മറ്റേ പെൻസിലിൻ്റെ പെൻ ടൂൾ വെച്ചിട്ട് ഇങ്ങനെ വരയ്ക്കാനൊക്കെ പറഞ്ഞു. ഞാൻ ആ മൗസ് വെച്ചിട്ട് ഒരു ചിത്രം വരച്ചു. അപ്പോൾ എന്നെ പഠിപ്പിക്കുന്ന ടീച്ചർ പറഞ്ഞാൽ നന്നായി വരയ്ക്കുന്നുണ്ടല്ലോ. കമ്പ്യൂട്ടർ വർക്ക് ചെയ്യുന്നത് എനിക്ക് അറിയില്ലെങ്കിലും ചിത്രം വരയ്ക്കുക എന്ന് പറയുന്നത്. അപ്പോൾ
ഇവനാണ് ഞാൻ ഈ ചിത്രം പ്രിൻ്റ് ഔട്ട് എടുത്ത് കാണിച്ചു കൊടുത്തു ഈ സുഹൃത്തിന്. അപ്പോൾ അവൻ പറഞ്ഞുകൂടാ നിനക്ക് നന്നായിട്ട് ഈ മൗസ് കൊണ്ട് നീ ഇങ്ങനെ വരയ്ക്കുകയാണെങ്കിൽ ഒരു ഡ്രോയിങ് പാഡൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായി ചെയ്യും, നിനക്ക് ഗ്രാഫിക് ഡിസൈനിങ് പഠിക്കാൻ നല്ലതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ടേണിംഗ് പോയിൻ്റാണ്. അവിടുന്ന് ഞാനിത് പഠിക്കാൻ പോയി കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഈ ടെക്നിക്കൽ കാര്യങ്ങൾ ഒരുപാട് പഠിക്കാനുണ്ടെന്ന്. ഞാനാണെങ്കിൽ കുറേ ക്രിയേറ്റീവാണ്. അപ്പോൾ പെട്ടെന്ന് എന്താ വെച്ചാൽ ക്രിയേറ്റീവ് മേഖലയിലേക്ക് ഭാഗത്ത് തിരിഞ്ഞു. കാരണം ഇപ്പോൾ അവിടെ പരസ്യങ്ങൾ വരുന്ന സമയത്ത് ഞാൻ ഈ പഠിക്കാതിരിക്കുന്ന സമയം നേരെ ക്യാമറയുടെ അസിസ്റ്റൻ്റ് ആവും, ഡയറക്ഷനിലേക്ക് മാറും. അങ്ങനെ ഒരു 1-2 വർഷത്തിൻ്റെ ഉള്ളിൽ അന്ന് ഗ്ലോറിയ എന്നായിരുന്നു, ബ്രെയിൻ വർക്സ് എന്നൊക്കെ പറയുന്ന സ്ഥാപനം, അന്ന് തൃശ്ശൂർ MG റോഡിലായിരുന്നു. അവിടെ ഈ പഠിപ്പിക്കുന്നതെന്ന് വെച്ചാൽ ഫോട്ടോഷോപ്പ്, 3D, ആഫ്റ്റർ എഫക്ട്സ് ഒക്കെയാണ്. അപ്പോൾ ഞാനിതിൻ്റെ ഫീസൊക്കെ കൊടുക്കുന്നുണ്ട്. പഠിക്കാൻ ചെല്ലുന്ന സമയത്ത് അവിടെ കുറച്ചൊക്കെ പഠിച്ചു, ഫോട്ടോഷോപ്പും എഡിറ്റിങ്ങൊക്കെ പഠിച്ചെങ്കിലും അവിടെ പ്രൊഡക്ഷനിലാണ് ഞാൻ കൂടുതൽ അസോസിയേറ്റ് ചെയ്തത്. അവരെ സ്ക്രിപ്റ്റ്, അതുപോലെ എങ്ങനെ അത് ഡബ് ചെയ്യുന്നത് എങ്ങനെ വോയിസ്, അങ്ങനെ അതിൻ്റെ ഓരോ മേഖലകൾ പഠിക്കാൻ പറ്റി. ഒരു 2 വർഷത്തോളം പൈസയൊന്നുമില്ല, പക്ഷേ ആ കാലഘട്ടത്തിലാണ് എന്താ പറയുക സെൽഫായിട്ട് നമ്മൾ കുറേ കാര്യങ്ങൾ പഠിക്കണത്. അവിടുന്ന് എങ്ങനെ ഒരു പരസ്യത്തിന് ക്യാപ്ഷൻ എഴുതുന്നു, അതുപോലെ തന്നെ അവിടെ പ്രൊഡക്ഷൻ ഉണ്ടായിരുന്നു. TCVയിലേക്ക് 2-3 പ്രോഗ്രാം പ്രൊഡക്ഷൻ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ഇന്ന് ഞാൻ ആലോചിക്കുന്ന ഒരു സംഭവം, ഒരു ദിവസം ഈ ചാനലിൽ TCV ചാനലിലേക്ക് ഒരു പ്രോഗ്രാം ചെയ്യാനായിട്ട് ക്യാമറമാൻ അന്ന് വന്നില്ല. ഒരു ഓണത്തിൻ്റെ ഒരു പ്രോഗ്രാമാണ്. അപ്പോൾ ഓർമ്മയിലെ ഓണം എന്ന് പറഞ്ഞ പ്രോഗ്രാം. അപ്പോൾ അതിൻ്റെ പ്രോഗ്രാം ഡിസൈനിങ് ഞാനും കൂടി ഉണ്ടായിരുന്നു. ക്യാമറമാൻ അന്ന് വരാത്തതുകൊണ്ട് അപ്പോൾ ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു, സുല്ലേ നമുക്കൊന്ന് ചെയ്യാൻ പറ്റുമോ ക്യാമറ? ഞാൻ പറഞ്ഞു എനിക്ക് ക്യാമറ അറിയില്ല. അപ്പോൾ എൻ്റെ സാറ് പറഞ്ഞു ഇവിടെ അതൊന്നുമില്ല, നീ കാസറ്റ് ഇട്ടത് ഓണാക്കുക, അത് വലിയ സംഭവമൊന്നുമില്ല പറഞ്ഞു. ഞാൻ കാസറ്റാണെന്ന്, DV കാസറ്റ്, ഈ ക്യാമറയായിട്ട് ഷൂട്ട് ചെയ്യാൻ പോകുന്ന ജ്യോത്സന എന്ന് പറയുന്ന അന്ന് തിളങ്ങി നിൽക്കുന്ന സമയം പാട്ടുകാരി സിംഗർ ചേതന സ്റ്റുഡിയോയിലാണ് തൃശ്ശൂർ ചിയാരത്തുള്ള. അങ്ങനെ പോകുന്ന സമയത്ത് ഈ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു ക്യാമറ ചെയ്തോളേ, വലിയൊരു പാട്ടുകാരിയാണ്. ഞാൻ പറഞ്ഞു ചെയ്യാലോ. അങ്ങനെ പോകുന്ന സമയത്ത് ഈ വണ്ടിയിലിരുന്നിട്ട് ഈ കാസറ്റ് എൻ്റെ പോക്കറ്റിലിരിക്കുന്നു. ഈ കാസറ്റ് ഇങ്ങനെയാണോ തിരിച്ചാണോ ഇടേണ്ടത് മറിച്ചാണോ ഇടേണ്ടത്, ഇതാണ് കൺഫ്യൂഷൻ. അപ്പോൾ സാറ് പറഞ്ഞിട്ടുണ്ട്, ഇത് പറഞ്ഞു എൻ്റെ അടുത്ത് ഇടേണ്ട കാര്യം, പക്ഷെ മറന്നുപോയി. അപ്പോൾ ഞാൻ ഇത് തുറന്നു കഴിഞ്ഞപ്പോഴും അപകടം മനസ്സിലാവണത്, ഇത് 2 രീതിയിൽ അതിനകത്ത് കയറുന്നുണ്ട്. ഇത് അടയ്ക്കുമ്പോഴാണ് അത് വർക്ക് ചെയ്തതിൻ്റെ ഉള്ളിൽ പോവുക. തെറ്റായിട്ട് കഴിഞ്ഞ് ഡെസ്ക് ഇത് കേടുവരും. അപ്പം ഞാൻ പ്രാർത്ഥിച്ചത് ഇട്ടു, എന്തോ ഭാഗ്യത്തിന് അത് കറക്റ്റായിരുന്നു. അത് ഷൂട്ട് ചെയ്യാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ പ്രോഗ്രാം പ്രൊഡ്യൂസർ പറഞ്ഞു, സുല്ല എനിക്ക് ഇയാളെ കണ്ടപ്പോൾ ടെൻഷനാണ്, നീ കുറച്ച് ചോദ്യം ചോദിക്കും. ഇപ്പം ഞാൻ ഈ എഴുത്തിലും മറ്റു കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് ആൾ പറഞ്ഞു നിനക്ക് ചോദ്യങ്ങൾ ചോദിക്കാൻ അറിയാമല്ലോ പറഞ്ഞു. അപ്പോൾ ഫസ്റ്റ് എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ ഈ ക്യാമറ ട്രൈപോഡും ഉണ്ട്, പക്ഷേ ഈ ട്രൈപോഡിൽ ഈ ക്യാമറ ബേസിലാണ് ഇരിക്കണതെന്ന് എനിക്കറിയില്ല. ഇതൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടില്ല. കാരണം ഇതിൻ്റെ ക്രിയേറ്റീവ് സംഭവത്തിലാണ് ഞാൻ കൂടുതൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. ഇതിൻ്റെ ടെക്നിക്കൽ സൈഡ് തീരെ നോക്കിയിട്ടില്ല. ക്യാമറ എങ്ങനെ വർക്ക് ചെയ്യുന്നതെന്ന് എനിക്കറിയില്ല. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഇത് ക്യാമറ ഒന്നും വെക്കാൻ പറ്റില്ല. ഞാൻ സാറിനെ വിളിച്ചു, സാറേ ഇത് ക്യാമറ സ്റ്റാൻഡിൽ വെക്കാൻ പറ്റില്ല പറഞ്ഞു. അപ്പോൾ നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ബേസ് പിടിപ്പിച്ചിട്ടില്ല എന്ന്. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ക്യാമറ ട്രൈപോഡിൽ വെച്ചിട്ട് ഒരു അഡ്ജസ്റ്റ്മെൻറ്റിൽ വെച്ചിട്ട് ചോദ്യം ചോദിക്കുമ്പോൾ ഒരു ഫ്രെയിം ഇങ്ങനെയായിരിക്കും. അപ്പോൾ പിന്നെ ഞാൻ എന്ത് ചെയ്യും, ഡയലോഗ് പറയുന്ന സമയത്ത് ക്യാമറ ഇങ്ങനെ അത് അറിയാത്ത രീതിയിൽ ഇങ്ങനെ പതുക്കെ കൈവിൻ്റെ റൊട്ടേഷൻ കൊടുത്ത് അങ്ങനെ റൈറ്റ് ആൻഡ് ലെഫ്റ്റ് പാനിങ് പോലെയാണ് ആ വീഡിയോ മൊത്തം. അത് എഡിറ്റിങ് വന്നു കഴിഞ്ഞ സമയത്ത് സാറിൻ്റെ ചേട്ടൻ വന്നിട്ട് പറഞ്ഞു, ഇത് ഡിഫറെൻ്റ് ആണല്ലോ ഈ ഇൻ്റർവ്യൂ, സാധാരണ ഇൻ്റർവ്യൂ പോലെ അല്ലല്ലോ. അപ്പോൾ എന്താ ചോദിച്ചപ്പോൾ എല്ലാം സ്റ്റാറ്റിക് ആയിട്ടൊരു ഫ്രെയിം ആകുമ്പോൾ സുനിൽ വെച്ചിരിക്കുന്ന ഫ്രെയിം എല്ലാം ഭയങ്കര മോഷനാണ് ഡയലോഗ് പറയുമ്പോൾ, മൂവിങ്. അത് കൊള്ളാലോ, സുനിൽ ക്യാമറയിൽ ഒരു ഭാവിയുണ്ട്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അതിൽ ബേസ് പിടിപ്പിച്ച് നേരെ ചെയ്ത് വെക്കാൻ പറ്റാത്തതുകൊണ്ട് ചെയ്തൊരു സംഭവമാണ്. പക്ഷെ അതോടുകൂടി ഞാനൊരു ക്യാമറമാൻ ആവുകയാണ് അവിടെ വെച്ച്. അവിടെ നിന്ന് ഞാൻ സ്റ്റഡി ചെയ്യാൻ തുടങ്ങുകയാണ് ക്യാമറമാൻ, ഇത് എങ്ങനെ ഇത് യൂസ് ചെയ്യാൻ പറ്റുക, എങ്ങനെ ഇതിൻ്റെ പോസിബിലിറ്റി എങ്ങനെയാണെന്ന് പിന്നെ പഠനം നടത്തുന്നത് അവിടെ നിന്നോട്ടാണ്. അപ്പോൾ പ്രോഗ്രാം ക്യാമറമാനായി. അങ്ങനെ പിന്നെ അതുപോലെ തന്നെ പ്രോഗ്രാം അതുപോലെ ആ കാലഘട്ടത്തിൽ തന്നെ ഈ ആരാധനാലയങ്ങളിലൂടെ സംതിങ് TCVയിൽ ഏറ്റവും നല്ല പ്രോഗ്രാംസൊക്കെ ഉള്ളത്, ഇതൊക്കെ തുടങ്ങിയത് സമയത്ത് ഞാനാണ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ആരാധനാലയങ്ങളുടെ പ്രോഗ്രാം എന്ന് വെച്ചാൽ ഓരോ പള്ളികളിലും ഇപ്പോഴൊക്കെ ഈ വ്ളോഗേഴ്സൊക്കെ ചെയ്യുന്നത്, ആ കാലഘട്ടത്തിൽ ഞാൻ ഈ ക്യാമറയും ട്രൈപോഡൊക്കെ താങ്ങി പിടിച്ചു പോയി ഓരോ പള്ളികളിലും അങ്ങനെ നടന്നിട്ടുണ്ട്. അപ്പോൾ എന്താ വെച്ചാൽ അതിൻ്റെ പ്രോഗ്രാം പ്രൊഡ്യൂസർ ഒരാൾ തന്നെയാണ്.
പക്ഷെ ആൾ ഈ പറഞ്ഞ പോലെ ഈ ആ സൈക്കിളൊന്നും വരില്ല. ഞാനിതൊക്കെ പോയി ഷൂട്ട് ചെയ്ത് കഴിഞ്ഞ് ഇത് രാത്രി വന്നിരുന്ന് ഈ സോവനീറൊക്കെ വാങ്ങിച്ച് അവരുടെ ചരിത്ര പുസ്തകമൊക്കെ വായിച്ചിരുന്ന് സ്ക്രിപ്റ്റ് എഴുതിണ്ടാക്കി. അന്ന് ഡബ് ചെയ്തിരുന്ന മധു എന്ന് പറഞ്ഞ കറണ്ട് സ്റ്റാറിലെ ഇപ്പോഴും ഉണ്ട് ഡബ് ചെയ്യുന്ന മധുചേട്ടനാണ് അന്ന് ഡബ് ചെയ്തിരുന്നത്. അപ്പോൾ ആളെന്നോട് പറയും, എൻ്റെ മോനെ നീ എന്തോരം കഷ്ടപ്പെടണം, ക്യാമറ ചെയ്യണം, അതിൻ്റെ ചോദ്യങ്ങൾ ഉണ്ടാക്കണം, ഡബിങ് മാറ്റർ എഴുതി ഉണ്ടാക്കി, എഡിറ്റിംഗ് ഞാൻ വേറെ സ്റ്റാഫുണ്ട് ചെയ്യിപ്പിക്കാൻ. അന്ന് ഒരേ സമയം തന്നെ 2-3 പ്രോഗ്രാമൊക്കെ ആ കാലഘട്ടത്തിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് ബിജിലാൽ എന്ന് പറയുന്ന ഡയറക്ടർ പറയും, ഇങ്ങനെ നീ വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ മൾട്ടിപ്പിളായി നീ വർക്ക് ചെയ്യുമ്പോൾ നിനക്ക് ഫ്യൂച്ചറിൽ നിനക്ക് ഒരു അതിൻ്റെ ബെനിഫിറ്റ് ഉണ്ടാവും. ഇപ്പം സാമ്പത്തികമായിട്ട് നിനക്ക് ബെനിഫിറ്റ് ഇല്ലെങ്കിലും ഫ്യൂച്ചറിൽ ബെനിഫിറ്റ് ഉണ്ടാവും. അതുപോലെ എസ്കൈവറിൻ്റെ അവരുടെ ഒരു പ്രസൻറ്റേഷൻ, അതൊക്കെ പല സംഭവ വർക്കുകളും ഇതേപോലെ തന്നെ നമ്മൾ സെൽഫായിട്ട് ചെയ്യേണ്ടി വന്നു. നിർബന്ധിതമായ അവസ്ഥയിൽ വേറെ ആളില്ല. അങ്ങനെ ചില സാധനങ്ങളൊക്കെ നമ്മൾ എഡിറ്റ് ചെയ്യേണ്ടി വരും. അങ്ങനെ ഒരു എന്താ പറയില്ലേ, ആ ഒരു സിറ്റുവേഷന് കവർ ചെയ്ത് കഴിഞ്ഞ് വന്നപ്പോൾ ഓരോ സംഭവങ്ങളും നമ്മൾ പഠിക്കുകയാണ്. ഇപ്പോൾ ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന ഡബ്ബിങ് ചെയ്യുന്നുണ്ട്, ക്യാമറ ചെയ്യുന്നുണ്ട്, പറഞ്ഞ പോലെ എഴുത്തുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ ഇതിലേക്കൊക്കെ അതിൻ്റെ ബേസ് എന്ന് പറയുന്നത് ഈ ജോസാർ എന്ന് പറയുന്ന ഗ്ലോറിയ ഇപ്പോൾ ബ്രെയിൻ വെക്സിലുള്ള ജോസാറിൻ്റെ ഒരു ശരിക്കും പറയുകയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ഒരു ഇനിഷ്യേറ്റീവ് എടുത്തിട്ടാണ് ആ ഒരു ക്രിയേറ്റീവായിട്ട് ആ മേഖലയിലേക്ക് വരാനുണ്ടായ കാരണം. പരസ്യത്തിലേക്ക് വരുന്നതെന്ന് വെച്ചാൽ എനിക്ക് ഈ ക്രിയേറ്റീവായിട്ട് പ്ലാറ്റ്ഫോമിൽ നിൽക്കണം എന്നുള്ള ആഗ്രഹമുണ്ട്. അതിനിടയിൽ ഞാൻ കല്യാണം പരിപാടിയൊക്കെ ഫോട്ടോ ഈവൻ്റൊക്കെ എടുത്തിരുന്നു. അതൊരു സ്വന്തമായിട്ട് സ്റ്റുഡിയോ തുടങ്ങി, ആദ്യം ഫോട്ടോ സ്റ്റുഡിയോ തുടങ്ങിയത് 5 വർഷം കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി ഇതിനെല്ലാം ഞാൻ ഇത് ഈ ഫോട്ടോ എടുക്കുന്ന പാസ്പോർട്ട് ഫോട്ടോ എടുക്കുക. അപ്പോൾ ഞാൻ അത് കട്ട് ആൻഡ് ചെയ്ത് സ്റ്റോപ്പ് ചെയ്തു. അത് നിർത്തിയിട്ട് പ്രിൻ്ററൊക്കെ വിറ്റ് എന്നിട്ടാണ് ഞാൻ ഈ ഡബ്ബിങ് എന്ന് പറയുന്നതിലേക്കും അതുപോലെ തന്നെ മറ്റ് കാര്യങ്ങളിലേക്കൊക്കെ എൻഗേജഡ് ആവുന്നത്. പരസ്യം എന്ന് പറയുന്നത് ഇപ്പോൾ ഞാൻ പറയുകയാണെങ്കിൽ ഒരു 1000-ഓളം പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പക്ഷേ ഈ പരസ്യങ്ങൾ അതിപ്പോൾ പറയാൻ പറ്റില്ല, എനിക്ക് അത് ഓർക്കാൻ പറ്റില്ല. ഇല്ല, ഇതിപ്പോൾ അത് പരസ്യത്തിൽ ശബ്ദം കൊടുക്കുന്ന ആദ്യകാലത്ത് എൻ്റെ എഡിറ്റർ പോലും, ഞാൻ അന്ന് സ്റ്റുഡിയോ ഉണ്ടായിരുന്നില്ല എനിക്ക്, ഞാൻ ചേതനയിൽ ഡബ് ചെയ്തിട്ട് വോയിസ് അയച്ചു കൊടുക്കും. അപ്പോൾ എൻ്റെ 10-12 വർഷമായി എൻ്റെ കൂടെ ഇരിക്കുന്ന എൻ്റെ അവൻ പോലും പറഞ്ഞു ഇത് താനൊന്നല്ല ഈ പറയണത്, ഞാൻ ഇത് വേറെ ആരോ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇത് അപ്പം മോഡലായിട്ട് അത് അതിൻ്റെ പ്രധാന കാര്യം എന്ന് വെച്ചാൽ തിയേറ്റർ എക്സ്പീരിയൻസ് ആണ്. അതിൻ്റെ ഈ ഡബ്ബിങ്ങിന് എന്നെ സഹായിച്ചിട്ടുള്ളത് തിയേറ്ററാണ്. മറ്റ് രംഗത്തൊക്കെ ഈ ഗ്ലോറി ഉണ്ടെങ്കിൽ ആക്ടിങ് അതുപോലെ തന്നെ ഈ സൗണ്ടിനും ഏറ്റവും ഗുണകരമായിട്ട് വന്നിട്ടുള്ളത് ഞാൻ പ്രീ ഡിഗ്രി പഠിക്കുന്ന സമയത്ത് രംഗചേതന എന്ന് പറഞ്ഞ സൺഡേ, അവിടെ ഒരു സൺഡേ തിയേറ്റർ എന്ന് പറയുന്ന സംഭവം ഉണ്ടായിരുന്നു. നടൻ സുനിൽ സുഗത, ഇപ്പോൾ നമ്മൾ വരുന്ന പ്രതാപൻ, അതുപോലെ ഇപ്പോൾ സിനിമയിൽ വരുന്ന രാജൻ പൂത്തറക്കിൽ, ഇങ്ങനെ ഇവരൊക്കെ ഞങ്ങളൊരു ബാച്ചായിരുന്നു. ഫസ്റ്റ് ബാച്ച് 2000 ബാച്ചിൽ ഞാനന്ന് ഏറ്റവും ചെറിയ ഒരാളാണ് അവിടുത്തെ. അന്ന് നാടകത്തിൽ നാടകം എന്താണെന്ന് തന്നെ അറിയില്ല. നാടകത്തിൽ അഭിനയിക്കാൻ പോയ സമയത്ത് അവിടെ നിന്ന് പിന്നെ 1 വർഷം കഴിഞ്ഞ് കാവാല സാറിൻ്റെ ഒരു ക്യാമ്പിൽ പങ്കെടുത്തു, ഒരു നാടകവുമായി ബന്ധപ്പെട്ട്. അപ്പോൾ ആ നാടകത്തിലെ 1 മാസത്തെ ഒരു പരിശീലനമുണ്ട്, കളരി അതുപോലെ തന്നെ ശബ്ദം, അന്ന് അഭിനയ കളരി. അപ്പോൾ ഇത് രാവിലെ കളരി അഭ്യാസങ്ങൾ കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ മെഡിറ്റേഷൻ, പിന്നെ യോഗ, ഈ സാധകം ചെയ്യിപ്പിക്കും, അതുപോലെ ഈ കണ്ണിൻ്റെ സാധകം വിളക്ക് വെച്ചിട്ട്, ഇങ്ങനെയൊക്കെ കുറേ സംഗതികളുണ്ട്. അപ്പോൾ അന്നാണ് ഈ ശബ്ദത്തെ എങ്ങനെ മോഡുലേറ്റ് ചെയ്ത് കൊണ്ടുവരാം, ശബ്ദം എവിടെ നിന്നൊക്കെ എടുക്കാൻ പറ്റും. ശബ്ദം നമ്മൾ സംസാരിക്കുന്നത്, ഇപ്പം ഞാൻ സംസാരിക്കുന്നത് ഒരു എനർജി ഉപയോഗിക്കാതാണ് സംസാരിക്കുന്നത്. അത് ഞാൻ ഈ ത്രോട്ടിൻ്റെ ഇത്രയും ഭാഗമാണ്, മൗത്തിൽ നിന്ന് മാത്രം സംസാരിക്കുന്നത്. പക്ഷെ ഡബ് ചെയ്യുന്ന സമയത്ത് അത് ഏതിനാണ് ആവശ്യമെന്ന് തോന്നുന്ന രീതിയിൽ വയറിനായിരിക്കും, ചെസ്റ്റ് എന്നായിരിക്കും, അതിൻ്റെ എനർജി അതിൻ്റെ ആ ഇതിൽ. പക്ഷെ ഇതൊക്കെ പറയുമ്പോഴും ഞാനിങ്ങനെ സ്വയം ഇതായിട്ട് പറയുന്നതല്ല, ഈ കോൺഫിഡൻസ് ഒക്കെ വെച്ചിട്ട് ഞാനൊരു സിനിമയുടെ ഒരു ഡബ്ബിങ്ങിന് തന്നെ ഒരാൾ വിളിച്ചു. നീ കുറേ ഡബ് ചെയ്യുന്ന ആളല്ലേ, എനിക്കൊരു വർക്ക് ഉണ്ട്, ചെയ്യാൻ പറ്റുമോ ചോദിച്ചു. ഞാൻ പറഞ്ഞു എന്താ, പ്രായം ചെന്ന ഒരാളുടെ ഒരു ക്യാരക്ടർ ഡബ് ചെയ്യണമെന്ന്. ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ ഡബ് ചെയ്യാം. എന്നെ ചേതനയിൽ സൗണ്ട് എഞ്ചിനീയർ ചെന്നപ്പോൾ ഒരു 65-70 വയസ്സായ ഒരു കാർന്നല്ല. ഞാൻ ഫസ്റ്റ് ഇപ്പോൾ ഡയറക്ടർ പറഞ്ഞു ഇയാൾ ചെറുപ്പമാണല്ലോ, ഇയാളെങ്ങനെ ഈ 70 വയസ്സുകാർ ചെയ്യുമോ ചോദിച്ചു. ഞാൻ ഓക്കെ, ഞാൻ ട്രൈ ചെയ്യാമെന്ന് കയറി ഫസ്റ്റ് ആംഗിൾ ഡയലോഗ് പറഞ്ഞു.
പിന്നെ അയാൾ വരുന്ന സീക്വൻസിൽ മുഴുവൻ ഈ ഡയലോഗ് പിച്ച് കണ്ടിന്യൂ ചെയ്ത് പോകണം. അവിടെയാണ് ഞാൻ പെട്ടത്. നമുക്ക് ഒരു ഡയലോഗൊക്കെ വേണമെങ്കിൽ 2 ഡയലോഗ് പറയാം. പിന്നെ ആ മോഡുലേഷൻ അയാളൊരു അത് ഡൗൺ ആവാൻ പാടില്ല. അയാൾ എങ്ങനെയോ തുടങ്ങി അത് തന്നെ അവസാനിക്കണം. അവിടെ വന്നപ്പോഴേ പറഞ്ഞ പോലെ ഒരു ടാസ്ക് ആയിട്ട് തോന്നി. നമ്മുടെ അല്ലാത്തൊരു ശബ്ദം നമ്മൾ പുനഃപ്രതിഷ്ഠിക്കുമ്പോൾ അവിടെ നമുക്ക് അത് ആ കണ്ടിന്യൂറ്റി ഭയങ്കര പരസ്യത്തിൽ അങ്ങനെ ആവശ്യമില്ല. ഒരു 30 സെക്കൻഡ് 1 മിനിറ്റ് നമുക്ക് വേണമെങ്കിൽ എന്ത് ഗിമ്മിക്കും കാണിക്കാം. പക്ഷെ സിനിമയിൽ ഡബ് ചെയ്യുന്ന സമയത്ത് അതുപോലെ ഞാനൊരു പോലീസ് ഓഫീസറുടെ ഡബ് ചെയ്യാൻ പോയിരുന്നു. അയാളുടെ ഡബ് ചെയ്യുന്ന സമയത്ത് ഇതേപോലെ തന്നെ എന്നേക്കാളും കൂടെ മെച്യൂരിറ്റി ആയിട്ടുള്ള പോലീസ് ഓഫീസർ. അപ്പോൾ ആ പോലീസ് ഓഫീസറുടെ ഓരോ ഡബിങ് എന്ന് പറയുന്നത് നമ്മൾ പറയുമ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ ഒരു വലിയൊരു കലയത്. ഒരു ക്യാരക്ടറിനെ മോൾഡ് ചെയ്തെടുക്കുന്ന ഒരു സംഭവം അത്. അയാളുടെ അഭിനയത്തിന് വീക്ക് ഉണ്ടെങ്കിൽ തന്നെ ആക്ട് ചെയ്തിട്ട് സൗണ്ട് പിടിക്കും, ശബ്ദം കൊണ്ട് കുറേ പിടിക്കുക. ബ്രീത്തിങ്, നമ്മുടെ സൈലൻ്റ് ആയിട്ടുള്ള ബ്രീത്തിങ് പോലും അതിന് ഭയങ്കര ഗുണം ചെയ്യും. സൈലൻസിൽ ബ്രീത്തിങ് ഉണ്ട്. ആ ക്യാരക്ടറിലേക്ക് എൻ്റർ ചെയ്യുന്നൊരു സംഭവം, അയാളുടെ ചെറിയ ചെറിയ ചിരി, ഇതൊക്കെ അതിനെ ബാലൻസ് ചെയ്യുന്നതാണ്. പലപ്പോഴും ഈ പുതിയ ആളുകൾ സിനിമ ചെയ്യുമ്പോഴും പല ഡബ്ബിങ്ങിൽ വശമുള്ള ആളുകളൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് എന്താണെന്ന് വെച്ചാൽ ഡയലോഗ് ഡെലിവറി ചെയ്തു പോകും. അത് ആ സിനിമകൾ കണ്ടാൽ നമുക്കറിയാൻ പറ്റും. ഈ നാടൻ മറ്റ് ഭാഷകളിലെ സിനിമകൾ നമ്മൾ വരുന്ന സമയത്ത് തല്ലിക്കൂട്ടി ഡബ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഡയലോഗ് ഡെലിവറി ചെയ്ത് പോകാന്നല്ലാതെ അവിടെ ഇമോഷണൽ ബാലൻസിങ് ഉണ്ടാവില്ല. അത് നമുക്ക് കാണുമ്പോൾ അരോചകമായിട്ട് തോന്നും. അവിടെ അഭിനയിച്ചിട്ടൊക്കെ ഉണ്ടല്ലോ, പക്ഷെ അഭിനയത്തിനേക്കാൾ അപ്പുറത്തേക്ക് അതിലൊരു ഡബിങ് സിങ്ക് ആവാത്തതുകൊണ്ടുള്ള പ്രശ്നമാണ്. അത് അവർ കുറെ കൂടെ ശ്രദ്ധിക്കുന്നുണ്ട്, അത് ആ ഒരു ശബ്ദത്തിൽ. അപ്പൊ ഡബിങ് എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ കാര്യം ഈ പ്രധാന കാര്യം വായന, സ്ഫുടതമായി സംസാരിക്കാൻ പറ്റുക, വായിക്കുക എന്ന് പറയുന്നത് ഇപ്പൊ സത്യത്തിൽ കുറവാണ്. അങ്ങനെ ബുക്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ വായിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് കൂടുതൽ ഇഷ്ടം ഈ ആത്മകഥകൾ, യാത്രാവിവരണം, അങ്ങനത്തെ സാധനങ്ങളൊക്കെ കൂടുതൽ വായിക്കുക. എസ്കേപ്പറ്റകൾ, അങ്ങനത്തെ പുസ്തകങ്ങൾ നീ എന്നെ കൊടുക്കല്ലേ, ഞാൻ ആലോചിച്ചിട്ട് പറയാം. എനിക്ക് നോവലിലാണെങ്കിൽ എനിക്ക് ഇഷ്ടപ്പെട്ടത് എസ്കേപ്പറ്റകളുടെ ദേശത്തിന്റെ കഥ. പുതിയ പുസ്തകങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ സന്തോഷ് ചിക്കാനത്തിന്റെ കഥകളൊക്കെ നിന്ന് വായിക്കുക, അതൊക്കെ നന്നായിട്ട് തോന്നാറുണ്ട്. ഇപ്പം ശരിക്കും പറയുകയാണെങ്കിൽ വായനയുടെ കുറവാണ്. വായിക്കുക എന്ന് പറഞ്ഞാൽ ഞാൻ പറഞ്ഞത് വായന എന്ന് പറയുന്നത് 2 രീതിയിലാണ്. ഡബ്ബിങ്ങിന്റെ വായന എന്ന് പറയുന്നത് ഉറക്കം വായിക്കണം, വായിച്ചുകൊണ്ട് ഡബ് ചെയ്യാൻ പറ്റില്ല. വായിക്കാന്ന് പറയുമ്പോൾ നോളജ് ഉണ്ടാവുള്ളൂ. ഡബിങ്ങിന് എന്ന് പറയുന്നത് നമ്മൾ വായ തുറന്ന് ശബ്ദം പുറപ്പെടുവിച്ച് വായിക്കണം. പത്രം വായിക്കുകയാണെങ്കിൽ അപ്പോൾ എന്നെ സഹായിച്ചിട്ടുള്ള കാര്യം, ഞാൻ ബൈബിള് വായിക്കായിരുന്നു. അപ്പോൾ ബൈബിള് വായിക്കുമ്പോൾ കുറച്ച് ഒരു അധ്യായം ഉറക്കെ വായിക്കുക. അപ്പോൾ എൻ്റെ അടുത്ത് പലരും ഈ പള്ളിയിൽ അച്ഛനൊക്കെ വായിക്കണ പോലെ എന്നൊക്കെ പറയും. പക്ഷെ വായന എപ്പോഴും ഈ കൃത്യമായി അതിൽ ഉദ്ദേശിച്ച സ്ഫുടമായി വായിക്കുമ്പോൾ എന്നാൽ മാത്രമേ ഡബിങ്ങിന് ചെയ്യാൻ പറ്റൂ. ഡബിങ്ങിന് അതേ മാത്രമേ പറ്റുള്ളൂ. അത് പുതിയൊരു ടീം വന്നിട്ടുണ്ട്, ഓഡിയോ ബുക്സ് ആണ് അവർ കൊടുക്കുന്നത്. നമ്മള് ബുക്ക് വായിക്കുന്നതിന് കേൾക്കുകയാണ്. നമുക്ക് ഒരു ബുക്ക് വായിക്കുമ്പോൾ നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് കേട്ടിട്ട് നമ്മൾ ഉള്ളിലേക്ക് എടുക്കുന്നത് ശരിക്കും എന്താ വ്യത്യാസം? മെയിനായിട്ട് കേൾക്കുന്നതാണല്ലോ കൂടുതലും നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റും. നമുക്ക് ആ ഒരു ബുദ്ധിമുട്ടില്ല. വായിക്കാന്ന് പറയുമ്പോൾ നമ്മൾ വായിക്കാൻ വേണ്ടി നമ്മളൊരു പേഷ്യൻ്റ് എടുക്കണം അവിടെ. മറ്റേ നമ്മൾ അറിയാം, നമ്മൾ 2 ആക്ടിവിറ്റീസിന്റെ ഇടയിൽ പോലും നമുക്ക് കേൾക്കാം. വായനയുടെ സുഖം തന്നെയാണ്. പക്ഷെ കേൾക്കുമ്പോൾ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് ഒക്കെ ആണെങ്കിൽ കൊടുത്തിട്ട് ചിലപ്പോൾ പുതിയ ഈ കഥ പറയാൻ പോകുന്ന ഡയറക്ടേഴ്സൊക്കെ ഒരു നരേഷൻ പോലെ ഈ ഒരു അതെ ഞാൻ ഒരു സംവിധായകൻ എനിക്ക് കേൾപ്പിച്ചു തന്നു. അതായത് ഒരു സിനിമയുടെ മൊത്തം അതിന്റെ സിനോസിസ് മൊത്തം ആള് ഡബ് ചെയ്തിട്ട് മ്യൂസിക് കൊടുത്തിട്ട് ശരി ഷോർട്ട് ഫിലിം പോലെ. അപ്പൊ അത് കാണുമ്പോൾ ഒരു കോളേജ് എന്നൊക്കെ പറയുമ്പോൾ കോളേജിന്റെ ആംബിയൻസ് ഉണ്ട്. അപ്പോൾ പ്രൊഡ്യൂസറെ സംബന്ധിച്ചിടത്തോളം ഒരു കഥ പറഞ്ഞിട്ട് ചിലപ്പോൾ ചിലർക്ക് നെറേറ്റീവ് കഴിവുണ്ടാവില്ല. അത് വേറെ ഒന്നും കൊണ്ടല്ല, ഒരു കഥ പറഞ്ഞ് നെറേറ്റ് ചെയ്യാനുള്ള കഴിവില്ലാത്തവർക്കാണ് ഇത് ഏറ്റവും പറ്റൂ. സത്യനന്ദിക്കാട് പോലുള്ള ആളുകളൊക്കെ കഥ പറയുന്നത് കേട്ടിട്ടുണ്ട്. നല്ല കഥ പറച്ചിൽക്കാർക്ക് പറ്റാത്ത അങ്ങനെ പറയാൻ പറ്റാത്ത ആൾക്കാർക്ക് അങ്ങനത്തെ ഉള്ളവർക്കൊക്കെ ഈ പറഞ്ഞ പോലെ ഇത് പറ്റും. അല്ലാതെ വേറെ ശരിക്കും പറയുകയാണെങ്കിൽ നമ്മൾ തന്നെ കഥ പറയുന്ന രീതിയാണ് നല്ലത്. ഈ മ്യൂസിക്കും ഇതൊക്കെ വയ്ക്കുമ്പോൾ പ്രശ്നം പറ്റിച്ചാൽ അതിനൊരു അയാളുടെ കൃത്യമായിട്ട് അയാളൊരു സാധനം വെച്ചിട്ടുണ്ടാവും. പക്ഷെ അതിനേക്കാൾ അപകടം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു ചാനൽ മാത്രമേ അയാൾ ഓപ്പൺ ആവുള്ളൂ മൈൻഡിൽ.
നമുക്ക് വായിക്കുമ്പോൾ നമ്മുടെ കോളേജ് കാലത്തിലേക്ക് നമുക്ക് പോകാൻ പറ്റും. ഇതിപ്പോൾ നമ്മൾ ലിസണിങ്ങിൽ വരുന്ന സമയത്ത് അയാൾ വെച്ചിരിക്കുന്ന ഫ്രെയിമുകളോടും മ്യൂസിക്കോട് വരുമ്പോൾ നമുക്ക് അതിലൂടെ സഞ്ചരിക്കേണ്ടി വരും. വായിക്കുമ്പോൾ നമുക്ക് ഡിഫറെൻ്റ് ആയിട്ട് നമുക്ക് നമ്മുടെ ലൈഫിൽ ടച്ച് ചെയ്തിട്ടുള്ള നമ്മുടെ ഇമോഷൻസ് ഒക്കെ കൂടി നമുക്ക് അതിൽ കൊളാബറേറ്റ് ചെയ്യാൻ പറ്റും. കഥ പറയുമ്പോൾ കേൾക്കുന്ന ആളുടെ ഒരു ഇമാജിനേഷൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇമാജിനേഷനിൽ അയാൾക്ക് കിട്ടിയാൽ തന്നെ അല്ല, അയാൾക്ക് പലർക്കും ഈ ഇമാജിനേഷൻ കിട്ടിയെന്നില്ല. അത് പലരുടെയും പ്രശ്നം വെച്ചാൽ നമ്മൾ പറയുന്ന കഥ അവർക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റില്ല. അങ്ങനെയുള്ള ആളുകൾക്ക് ഈ മ്യൂസിക് വെച്ച് ചെയ്യാൻ നല്ലത്. ഈ നല്ല ആളുകൾക്കൊക്കെ അത്യാവശ്യം സ്കില്ലുള്ള ആളുകൾ മലയാളത്തില് മലയാള സിനിമയിൽ ഒരിക്കലും ഇല്ല. കഥകളുടെ അതൊന്നും ഞാൻ പറയാനുള്ള ഇല്ല. അത് കാലഘട്ടത്തിനനുസരിച്ച് മാറ്റം വരുന്നതല്ലേ, അതിനിപ്പോ എന്താ വ്യത്യാസം വരാൻ പറ്റില്ല. കഥയൊക്കെ ഉണ്ട്, കഥയും കാര്യങ്ങളും കാലത്തിനനുസരിച്ചിട്ട് മാറ്റം വന്നു. ഇപ്പോ അത് നമ്മൾ നൊസ്റ്റാൾജിയ പോലെ പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. എന്നെ സംബന്ധിച്ചുള്ള അത് ഇപ്പം എന്താ വെച്ചാൽ എനിക്ക് നേരിട്ട് അനുഭവം. ഞാനിപ്പോൾ ഒരു സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഒരു വർഷത്തോളം ഞാൻ ചിലവഴിച്ചത്. ഒരു സ്ക്രിപ്റ്റിന് വേണ്ടിയിട്ട് ഒരു 1 year ഞാൻ സ്പെൻഡ് ചെയ്തു. സ്ക്രിപ്റ്റ് കംപ്ലീറ്റ്. ഇല്ല, ഞാൻ ഒരിക്കലും സിനിമയ്ക്ക് ഇപ്പം നിലവിൽ പോകാൻ ഉദ്ദേശിച്ചിട്ടില്ല. അപ്പം എനിക്ക് സിനിമ ചെയ്യാനായിട്ട് തന്നെ ആ ഓപ്പർച്യൂണിറ്റി വന്നിട്ട് അത് ചെയ്യാൻ ഉദ്ദേശിച്ചിട്ടില്ല. അതില്ല, പോവാത്ത വേറെ ഒന്നുമല്ല. ഇപ്പം എനിക്ക് എൻ്റെ അല്ലാതെ ഫാമിലി അതുപോലെ തന്നെ സ്റ്റുഡിയോ കാര്യങ്ങളിലൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോൾ അതിന് വേണ്ടിയിട്ട് വലിയൊരു സമയം മാറ്റി വയ്ക്കേണ്ടി വരും. സിനിമ എന്ന് പറയുമ്പോൾ അതിന് വേണ്ടിയിട്ടൊരു നമ്മൾ ബാക്കി കാര്യങ്ങളൊക്കെ മാറ്റി വയ്ക്കേണ്ടി വരും. അങ്ങനെ മാറ്റി വെച്ചിട്ട് വേണം സിനിമ ചെയ്യാൻ. അത് പിന്നെ സിനിമ ചെയ്യുന്നതിന് വേറെ ഹിഡൻ അജണ്ടകൾ നമ്മളെ സംബന്ധിച്ചില്ല. ഇപ്പം ചിലവർക്ക് സിനിമ ചെയ്യാന്ന് പറയുന്ന അതിൻ്റെ ഉള്ളിൽ ഈ പറഞ്ഞ പോലെ കുറേ കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മളത് കണ്ടിട്ടല്ല സിനിമ ഇഷ്ടപ്പെടുന്നത്. അപ്പോൾ സിനിമ ചെയ്യുമ്പോൾ നല്ലൊരു സിനിമ ചെയ്യണം, അതിന് വേണ്ടി സമയം കണ്ടെത്തി ചെയ്യണം. അതല്ലാതെ ഇടയ്ക്ക് ഒരു സിനിമ ചെയ്ത് പേരെടുക്കുക, അങ്ങനെ പേരുണ്ടാക്കുക എന്ന് പറയുന്ന സംഭവമൊന്നുമില്ല, ഇതിനകത്തില്ല. ഇപ്പം ഞാൻ ശബ്ദം കൊടുക്കുന്നത് പോലും ഇപ്പം എൻ്റെ നാട്ടിലെ ആളുകൾ, ഞാൻ ജനിച്ചു വളർന്ന് ഞാൻ ചെയ്യാറത്താണ്. ഈ 10-12 വർഷത്തോളമായിട്ട് ഞാനിങ്ങനെ ശബ്ദം കൊടുക്കുന്നതാണ്. ഇപ്പോൾ പല സ്ഥലങ്ങളിലും പല അമ്പലങ്ങളിലും പള്ളികളിലും അതുപോലെ തിയേറ്ററുകളിലും ഒക്കെ ശബ്ദം കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഈ നടന്നുകൊണ്ടിരിക്കുന്ന തൃശ്ശൂർ നടക്കേണ്ട സർക്കസ്, അതിൻ്റെ ഒക്കെ ശബ്ദം കൊടുത്തിരിക്കുന്നത് ഞാനാണ്. പക്ഷെ ഇത് പലർക്കും അറിയില്ല. ഒരിക്കലും ഇല്ല, ഒരു വിഷമം തോന്നിട്ടില്ല. ഇല്ല, അങ്ങനെയൊന്നുമില്ല. അവര് പലരും പറയാ നീ ചിലർ പറയാ നീ ഇതേപോലെ ഒന്ന് പറയുന്നു പറയുന്നത്. അപ്പൊ ഞാൻ പറയുമ്പോ അവര് പറയാം ഇപ്പൊ ഇതെങ്ങനെ മാറണം ചോദിക്കുന്നത്. ടെക്നോളജി ഒരു ഇതാണ്, നമ്മുടെ ആ മോഡുലേഷൻ സ്റ്റൈൽ കൊടുക്കുമ്പോഴാണ് അതിന്റെ വോയിസ് മാറുന്നത്. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് പോലെ സ്റ്റുഡിയോയിൽ വന്നിട്ട് പറഞ്ഞു നീ ഇത് ഒരു കാര്യം ചെയ്തേ, ഞാൻ മാറ്റർ തന്നെ ഞാൻ ഒന്ന് പറഞ്ഞോട്ടെ പറഞ്ഞു. എന്നിട്ട് പുള്ളി അതിനുള്ളിൽ കയറി വോയിസ് ഒക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് തിരിച്ചു വന്നിട്ട് പറഞ്ഞു നീ നിന്റെ വോയിസിന് ഇട്ടിട്ടുള്ള എല്ലാ എഫക്റ്റും എൻ്റെ വോയിസിൽ ഇടാൻ പറഞ്ഞു. ഞാൻ എല്ലാ വോയിസും എഫക്റ്റ് അതിനകത്ത് ഇട്ടു. എന്നിട്ട് ആൾ പറഞ്ഞത് എന്താ ശരിയാവണില്ലല്ലോ. ഞാൻ പറഞ്ഞു എന്ത്, എന്നാലും നീ പറയുന്ന പോലെ ആവണില്ല. ഞാൻ പറഞ്ഞു അതാണ് ഇതിൻ്റെ ഒരു കലയാണിത്. അത് നമ്മളിപ്പോൾ മമ്മൂട്ടിയൊക്കെ പറയുന്നത് കേട്ടിട്ടുണ്ട് ഞാൻ. മമ്മൂട്ടി ഡബ് ചെയ്യുന്ന ആളുകൾക്ക് തന്നെ ആസിഫിലേക്ക് കണ്ടു നിന്നുണ്ട്. അതായത് ശരിക്കും ആ സിനിമ ധ്യാൻ ശ്രീനിവാസൻ തോന്നുന്നു, ഈ മറ്റേ മമ്മൂട്ടിയുടെ പടം ഉണ്ടല്ലോ ബാർബറാമ്പാൽ, മറ്റേ കഥ പറയുമ്പോൾ അതിലെ ആ സിനിമയുടെ ഫൂട്ടേജ് കണ്ടിട്ട് ആൾക്ക് തീരെ വലിയ താല്പര്യം തോന്നില്ല. പക്ഷെ അത് ഡബ് ചെയ്ത് കഴിഞ്ഞാൽ വോയിസ് അതിന് ആ വികാരപരമായിട്ട് സംഭാഷണങ്ങളൊക്കെ വരുമ്പോൾ ശരിക്കും അവിടെയാണ് ആ സിനിമ കയറി വരുന്നത്. ഡബിങ് എന്ന് പറയുന്നത്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് അപ്പം ചെയ്യാറത്തുള്ള ഇപ്പം ഈ അടുത്ത് റീസെൻ്റ് ഞാൻ അവിടെ പള്ളി പെരുന്നാളിന് ഞാനൊരു വോയിസ് കൊടുക്കാൻ ഇടയായി. അപ്പോഴാണ് അവിടുത്തെ ആൾക്കാർ പറയുന്നത് ഈ വോയിസ് ഞങ്ങൾ കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇത്രയും വർഷം ഞാൻ പറയുമ്പോൾ തൃശ്ശൂർ തന്നെയാണ്, പലർക്കും അറിയില്ല. അപ്പം ഞാനങ്ങനെ എൻ്റെ അടുത്ത് നിൽക്കുന്ന ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ഞാൻ ഇങ്ങനെ ഡബ് ചെയ്യുന്നു. പിന്നെ ചെയ്യുന്നത് നമ്മൾ വർക്ക് ചെയ്യുന്നതെല്ലാം ഓരോ ഏജൻസികൾക്ക് വേണ്ടി ചെയ്യുന്നുണ്ട്. ആ ഏജൻസികളോ അല്ലെങ്കിൽ മറ്റാരും നമ്മൾ റിവീൽ ചെയ്യില്ലോ. നമ്മളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പിന്നെ ഞാൻ പൊതുവേദിയിലേക്കൊക്കെ വന്നിട്ട് ചെയ്യേണ്ടതായിട്ട് വരും. അങ്ങനത്തെ സംഭവമൊന്നും ഇല്ല. ഇത് സൗണ്ട് മാത്രം സഞ്ചരിക്കുന്നു. സൗണ്ട് മാത്രമല്ല അതിൻ്റെ വിഷ്വലും നമ്മളവിടെ ചെയ്യുന്നത്. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ചെയ്യാത്തില്ലോ ഞാൻ വന്ന സമയത്ത് അവിടെ നിന്നത് ഇപ്പോൾ ഒരു 10-12 പരിസ്ഥിതി സൗണ്ട് കൊടുക്കണ ഞാൻ കണ്ടായിരുന്നു. വാട്സാപ്പിൽ മാറ്റർ നോക്കുന്നു, നിന്ന് അലക്കുന്നു.
ഇതെങ്ങനെ പറ്റണത്? അതും 10 പരസ്യം 10 രീതിയാണ് സൗണ്ട്. അല്ല അങ്ങനെ അത്ര ഡിഫറൻസ് ഒന്നും ഉണ്ടാവില്ല. എന്നാലും നമ്മൾ ശ്രദ്ധിക്കണത് എന്താ വെച്ചാല് മോണിറ്ററിൽ കേൾക്കാം. അതെ, വ്യത്യസ്തത ആവണം എന്ന് ആഗ്രഹിക്കുന്നത് എന്താ വെച്ചാല്, പലരും എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, സിനിമ തിയേറ്ററിൽ എന്നെ അറിയുന്നവർ വന്നിട്ട് പറയും, നിന്റെ ശബ്ദം ഭയങ്കര അസഹനീയമുണ്ട് കേട്ടോ. വെച്ചാല് ഒരു 10 ഞാൻ എണ്ണി നോക്കിയപ്പോൾ ഒരു 10-12 പരസ്യം കണ്ടിന്യൂസ് നിന്റെ ശബ്ദം, നീ ഒന്നുകിൽ നീ വേറെ ആളെ കൊണ്ട് ജീവിപ്പിക്കുക, അല്ലെങ്കിൽ നീ നിന്റെ ശബ്ദത്തിന് മോഡുലേഷൻ ചേഞ്ച് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ കേട്ടപ്പോൾ എനിക്ക് തോന്നി അതൊരു ശരിയായിട്ടുള്ള കാര്യമാണല്ലോ. പണ്ട് ഇതിനേക്കാൾ കൂടുതൽ തിയേറ്റർ ആയിട്ട് ഉണ്ടായിരുന്നു. ഈ സോഷ്യൽ മീഡിയ വരുന്നതിന് മുമ്പ് തിയേറ്റർ ആയിട്ട് കണ്ടമാരുണ്ടായിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ മോഡുലേഷനൊക്കെ വെച്ച്, പിന്നെ ഈ ഡബ്ബിങ്ങിന് ഞാൻ പറയുകയാണെങ്കിൽ ഈ മധുവേട്ടൻ പോലെയുള്ള ഡബ്ബിങ് ആർട്ടിസ്റ്റുകളെ വെച്ചിട്ട് ഞാൻ ആദ്യം ഡബ് ചെയ്യുന്നത്. അപ്പോൾ ഇവരൊക്കെ ഡബ് ചെയ്യുന്ന സമയത്ത് ഞാനിങ്ങനെ നോക്കും എങ്ങനെ ഡബ്. പിന്നെ ഡബ്ബിങ്ങിലേക്ക് വരാനായിട്ടൊരു വലിയൊരു ഇൻസിഡൻറ്റ് ഞാൻ പറഞ്ഞുതരാം. ഞാനൊരു ആഡ് പരസ്യം ചെയ്തിട്ട് അതിന് ശബ്ദം കൊടുക്കാൻ, അന്ന് എനിക്ക് പേടിയാണ്, ഞാൻ ശബ്ദം കൊടുക്കാനുള്ള ആളല്ലല്ലോ എന്ന് വെച്ചിട്ട് ഞാൻ ആ പർട്ടിക്കുലറായിട്ട് ആളുകളെ തന്നെ വിളിക്കാറ്. അങ്ങനെ ഒരു ആഡ് സൗണ്ട് കൊടുത്തു കഴിഞ്ഞപ്പോൾ അത് അയച്ചു കൊടുത്തു. എൻ്റെ തുടക്കകാലത്ത് അയാൾ ഓക്കെ പറഞ്ഞു. പിറ്റേ ദിവസം വിളിച്ച് പറയണം ഇന്ന സെൻറ്റൻസ് വേണ്ട, പുതിയൊരു സെൻറ്റൻസ് എഴുതിയിട്ടുണ്ട്, അതിൽ ആഡ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ഈ ഡബ് ചെയ്ത ആൾ അന്വേഷിച്ച് പോയപ്പോൾ പുള്ളി ഇവിടെ നാട്ടിലില്ല. ആൾ പറഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ട് വരുള്ളൂ. എനിക്കാണെങ്കിൽ ഇത് റിലീസ് ചെയ്യേണ്ട ആഡാണ്. അങ്ങനെ ലാസ്റ്റ് കാല് പിടിച്ച് 2 ദിവസം അയാളോട് സംസാരിച്ച് അയാൾ വീട്ടിൽ വന്നപ്പോൾ അയാൾ വന്ന് സ്റ്റുഡിയോയിലേക്ക് വരാൻ എനിക്ക് ഒഴിവില്ല, നിങ്ങൾ സൗണ്ട് റെക്കോർഡറായിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ ഇയാളുടെ പിന്നാലെ സൗണ്ട് റെക്കോർഡറായിട്ട് സൗണ്ട് ഇല്ലാത്ത സ്ഥലത്ത് പോയി റെക്കോർഡ് ചെയ്ത് അത് സിങ്കർണൈസ് ചെയ്ത് വലിയ കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ പരസ്യം എടുത്തത്. അന്ന് ഞാൻ തിരിച്ചു വരുമ്പോൾ ഞാൻ ചിന്തിച്ചു, ഇത് ഇത്രയും വലിയ കാര്യമാണോ, ഒന്ന് ശ്രമിച്ചു നോക്കണം. കാരണം ഞാൻ ഈ പറഞ്ഞ ബ്രെയിൻ ബോക്സിലുള്ള സമയത്ത് അവിടെ ഈ പലപ്പോഴും ഞാൻ ഡബ് സ്റ്റുഡിയോയിൽ കയറിയിട്ട് നമ്മൾ പറഞ്ഞു നോക്കിയിട്ടൊക്കെ ഉണ്ട്. പക്ഷെ നമ്മുടെ ശബ്ദത്തെ ഞാൻ വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല പ്രൊഫഷണൽ ആളുകളുണ്ടല്ലോ, അപ്പോൾ അതുകൊണ്ട് നമുക്ക് ചെയ്യേണ്ടതാണ്. പക്ഷേ നിർബന്ധിതമാവാന്ന് പറയില്ലേ, ഇപ്പൊ ക്യാമറ ചെയ്യാൻ നിർബന്ധമാവുന്ന പോലെ അങ്ങനെ നിർബന്ധിതമാകുമ്പോഴാണ് നമ്മൾ അത് കടന്നു പോകാൻ അല്ലെ അതിജീവിക്കേണ്ട ഒരു പ്രശ്നം വരികയാണ്. 2, നമ്മൾ ആദ്യം ചോദിച്ചൊരു ചോദ്യമുണ്ട്, പരസ്യത്തിന് ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് കൊടുക്കുന്നത്. ഇതൊക്കെ തന്നെയാണ് കുറഞ്ഞ ബഡ്ജറ്റ് കൊടുക്കുന്നത്. അപ്പൊ നമ്മൾ സ്വന്തമായിട്ട് മാറ്റർ എഴുതുക. അപ്പോൾ മാറ്റർ എഴുതാനൊക്കെ ആദ്യം ഞാൻ ആളുകളെ സമീപിച്ചിരുന്നു. ഒരാൾക്ക് മാറ്റർ എഴുതുമ്പോൾ ഒരു 500 രൂപ 1000 രൂപ ഏറ്റവും കുറഞ്ഞു കൊടുക്കണം. ഈ പരസ്യത്തിന് കിട്ടുന്ന 3000 4000 5000 രൂപയിൽ ഇങ്ങനെ എല്ലാവർക്കും വീതം വെച്ച് കഴിഞ്ഞാൽ അത് വളരെ കുറച്ച് പൈസയായിട്ട് കിട്ടുള്ളൂ. ഇത് ഞാൻ വെറുതെ പറഞ്ഞല്ല. കാരണം ഒരു ആഡ് നമ്മളിപ്പോ ഒരു കമ്പനിയുടെ പരസ്യം നമ്മളൊരു ആൾക്ക് ചെയ്യാൻ കൊടുക്കുമ്പോൾ നമ്മൾ എന്തായാലും 5-6 ഏജൻസികൾ അന്വേഷിക്കും. പേഴ്സണലിന്റെ അവിടെ എപ്പോഴും ഈ പരസ്യത്തിന് ഏറ്റവും കുറഞ്ഞ റേറ്റ് ആയിരിക്കും കിട്ടുക. എന്നാൽ ക്വാളിറ്റി വൈസ് ഒരു കോംപ്രമൈസ് അതില്ല. അത് ഇതാണ് അതിന്റെ കാര്യം. നമ്മൾ ക്വാളിറ്റിയിലും കുറയ്ക്കില്ല. ഈ ഞാൻ തന്നെ ഈ 1 man ഷോ ചെയ്യുന്നത്, പക്ഷെ അതൊക്കെ നിർത്തേണ്ട. ഞാൻ പറഞ്ഞ അതൊരു വോയിസ് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ഞാൻ തന്നെ വോയിസിലൊക്കെ ഞാൻ പറഞ്ഞത് നമുക്ക് നമ്മളതിനെ എല്ലാം ചെയ്യണത്. ഇപ്പൊ ഞാൻ പല കാര്യങ്ങളൊന്നും മാറിക്കുക. പണ്ടൊക്കെ ഞാൻ ആഡ് ചെയ്യുമ്പോൾ ക്യാമറ ഞാൻ ചെയ്തിരുന്നു, ഡബിങ് ഞാൻ ചെയ്തിരുന്നു, അതിൻ്റെ അതെ മേജർ പാർട്ട് ഞാൻ ചെയ്തിരുന്നു. പക്ഷെ ഇപ്പോൾ റീസെൻറ്റ് ചെയ്തിട്ടുള്ള ആഡുകളൊന്നും ഞാൻ ക്യാമറ ചെയ്തിട്ടില്ല. ക്യാമറ ചെയ്യുകയാണെങ്കിൽ ഞാൻ ഡയറക്ഷൻ സൈഡിലോ മറ്റു കാര്യങ്ങളിലോ നോക്കില്ല. മറ്റേത് ഈ ക്യാമറയോട് ഡയറക്ഷൻ ചെയ്യുക. പിന്നെ ക്യാമറയെ കാണുന്നതും ഇതൊക്കെ ചെയ്യുന്നത് ഞാൻ പറഞ്ഞല്ലോ, ക്യാമറ ചെയ്യായിക്കോട്ടെ, ഇതെല്ലാം ചെയ്യുന്ന ആ ഒരു പ്രൊഫഷനോടുള്ള എന്താ പറയുക പാഷൻ. അത് ക്യാമറയെ കാണുന്നൊരു ഡ്രോയിങ് ചെയ്യാനുള്ളൊരു പെൻസിലോ അല്ലെങ്കിൽ ഒരു ബ്രഷായിട്ടാണ് ഞാൻ കാണുന്നത്. ഒരിക്കലും എൻ്റെ അടുത്ത് ചോദിക്കും പലരും, നിങ്ങൾ ക്യാമറ എവിടെ പഠിച്ചു ചോദിക്കും. ക്യാമറ ശരിക്കും ഞാൻ അക്കാദമിക്കായിട്ട് പഠിച്ചിട്ടില്ല. ഞാൻ ചേതനയിൽ 1 വർഷത്തോളം ഞാൻ ചേതനയിലുണ്ടായിരുന്നു. പക്ഷെ ചേതനയിൽ ഞാൻ കോഴ്സ് പഠിച്ചിട്ടില്ല. ബെന്നിച്ചന് ഒരു പ്രത്യേക ഒരു സ്നേഹം കൊണ്ട് പല ക്ലാസ്സുകളും ഞാൻ ഇരുന്നുണ്ട്, ജെയിൻ സാറിൻ്റെ ഒക്കെ ക്യാമറ ക്ലാസ്സിലൊക്കെ. അപ്പോൾ ജെയിൻ സാറ് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം ആരാണ് ഈ ക്ലാസ്സിൽ, അന്ന് ഡിപ്ലോമ ക്ലാസ് ഇറങ്ങുമ്പോൾ. അപ്പോൾ അവർ പറയും ഇവ അവിടെ ഇരുന്നോട്ടെ, ഇവന് ഭയങ്കര ഇൻട്രസ്റ്റ്. ഇപ്പോൾ ബെന്നേച്ചനോട് പറയും, ഇവിടെ നീ കുറച്ച് പൈസ ഉണ്ടാക്കി പോയ ഒരു 10-30,000 രൂപ ഉണ്ടെങ്കിൽ നിനക്ക് ഞാൻ പഠിക്കാം, നിനക്ക് ചാനലിലൊക്കെ ജോലിക്ക് കയറും. പക്ഷെ എനിക്കങ്ങനെ ക്യാമറമാൻ ആവാന്ന് ഇത് ഞാൻ പറഞ്ഞില്ല. എനിക്ക് ആ അതിജീവനം മാത്രം മതി. അതായത് ഇപ്പോൾ ഒരു ചെറിയൊരു ആഡ് ചെയ്യാൻ ഒരു കോൺസെപ്റ്റ് എൻ്റെ തലയിൽ വന്ന ആ കോൺസെപ്റ്റിനെ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുക, അതിന് ക്യാമറ വേണം. എൻ്റെ മൈൻഡിലുണ്ടായിട്ട് കാര്യമില്ല. അപ്പോൾ അത് ആ ക്യാമറ അതിനു വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത്. അപ്പോൾ അതിനാവശ്യമായ കാര്യങ്ങൾ ബേസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിക്കുക എന്ന് മാത്രം. പിന്നെ പഠിക്കുക എന്ന് പറയുന്ന ഒരു സാധനമാണ് ഇതിൽ പ്രധാന കാര്യം, പഠിക്കുക എന്നുള്ളത്. ഇപ്പം ശരിക്കും പറഞ്ഞാൽ കുറേ വിഷയങ്ങളൊക്കെ ഞാൻ വിട്ടു. ഇപ്പോൾ പണ്ടൊക്കെ ക്യാമറയുടെ ഒരു പാഷനും കുറേ ചെയ്തിട്ടുണ്ട് വർക്കുകൾ, ഇപ്പോൾ ആൽബങ്ങളും ഡോക്യുമെൻ്ററിയും. ഞാനൊരു ജോലി ചെയ്യുന്ന സമയത്താണ് വയനാട്ടിൽ ഒരു ഡോക്യുമെൻ്ററി, 1 മാസത്തോളം വയനാട്ടിലൊരു ഡോക്യുമെൻ്ററി. അത്
പാറമടകളും അവിടുത്തെ പ്രകൃതി ദുരന്തങ്ങളെ പറ്റിയിട്ടുള്ളൊക്കെ ഒരു സംഭവം പണ്ടേ ഞങ്ങൾ ചെയ്തിട്ടുണ്ട്. അന്ന് പ്രവചിച്ചിട്ടുള്ളതാണ് ഈ വയനാട് എങ്ങനെ ഉണ്ടാവും എന്നുള്ളത്. കാരണം ഒരു മാസം ഞങ്ങൾ അമ്പലവയലിലാണ് സ്റ്റേ ചെയ്തിട്ട്, വയനാടിൻ്റെ നിലവിളി എന്നുള്ള ഡോക്യുമെൻ്ററി. അന്ന് ആ ചെയ്യുന്ന സമയത്ത് ഞാൻ 2-3 ഘട്ടങ്ങളായിട്ടാണ് ഡോക്യുമെൻ്ററി ചെയ്യുന്നത്. ഒരു സമയത്ത് ഞങ്ങൾ ചെല്ലുമ്പോൾ സമയത്ത് ഒരു വലിയൊരു മല അങ്ങനെ തന്നെ അടുത്ത സമയത്ത് ചെല്ലുമ്പോൾ ഇല്ല, അത് അത്രയും അത് ക്രഷ് കൊണ്ടിട്ടുള്ള അവിടെ പൊട്ടിച്ച് കാണും. അപ്പോൾ അന്ന് പല പ്രകൃതി ആളുകളുമായി സംഭാഷണം നടത്തിയപ്പോൾ അവർ പറഞ്ഞത് ഈ അടുത്ത കാലത്തൊന്നും ഈ വയനാടിന് രക്ഷപ്പെടാൻ പോകണില്ല, ഇത് വലിയ ദുരന്തത്തിലേക്ക് പോകുന്നതെന്ന്. ഇപ്പം ഞാൻ ഈ കഴിഞ്ഞ ദിവസമൊക്കെ പത്രത്തിലൊക്കെ വന്ന വാർത്തകൾ വായിക്കുമ്പോൾ ആലോചിക്കുക, അതൊക്കെ അന്നേ നമ്മൾ പ്രതീക്ഷിച്ചിരുന്നു, എക്സ്പെക്ട് ചെയ്തിരുന്നു. കാരണം പ്രകൃതിയെ ചൂഷണം ചെയ്യുന്നതിൻ്റെ ഒരു വലിയൊരു ഇതാണ് അവിടെ. ഇന്ന് ഞാൻ ഓർക്കുന്ന ഒരു ഷൂട്ടിലായാൽ ഞാൻ ക്യാമറയായിട്ട് പോകുന്ന സമയത്ത് ഈ പാറമടയുടെ തൊട്ടടുത്ത് ഈ ആദിവാസി കോളനി ഉണ്ട് അമ്പലവയലിൽ. ഇവരുടെ വീട് ഒരു ആസ്പെറ്റോ ഷീറ്റാണ്, ഗവൺമെൻറ്റിന് പണിത് കൊടുത്തിട്ടുള്ളത്. ഈ ഷീറ്റിൻ്റെ മേലിലും മുഴുവൻ പാറ വന്ന് വീണിട്ട് ഹോളുകളാണ്. ഇവർ മഴ വന്നു കഴിഞ്ഞാൽ വീടിനകത്ത് മുഴുവൻ വെള്ളമാണ്. ഈ പാറമട നടത്തുന്ന കോടീശ്വരന്മാരായ ഇവർ ഈ പാവപ്പെട്ട മനുഷ്യർ എങ്ങനെ ജീവിക്കുമെന്ന് അറിയില്ല. ഞാൻ ചെന്ന് ക്യാമറയായിട്ട് ചെല്ലുമ്പോൾ ഇന്ന് ഞാൻ ഓർക്കുകയാണ്, ഒരു ചാക്ക്, നമ്മൾ ഈ അരിയൊക്കെ വാങ്ങിക്കുന്ന മറ്റേ പരുത്തിയുടെ ചാക്കിൻ്റെ ഉള്ളിൽ ഒരാൾ കിടക്കുക. അപ്പോൾ എനിക്ക് മനസ്സിലായില്ല ചാക്കാണ് കിടക്കുന്നത്. ഞാൻ ഷൂട്ട് ചെയ്ത ആൾ പെട്ടെന്ന് ശബ്ദം ഉണ്ടാക്കി എന്നിട്ടിപ്പോൾ ഒരു വലിയൊരു മുഴയായിട്ട് ക്യാൻസറാണ്, ക്യാൻസറായിട്ടൊരു പേഷ്യൻ്റ്, അയാൾ ഈ ചാക്കിൻ്റെ ഉള്ളിലാണ് കിടക്കുന്നത്. നമ്മൾ ഇത്രയും വലിയ നമ്മൾ പറയുന്ന ഡെവലപ്മെൻ്റ് എന്ന് പറയുന്ന സംഭവം പറയുമ്പോൾ ഇതൊക്കെ ചെന്ന് കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കുക ഇത്രമാത്രം മനുഷ്യരിങ്ങനെ ഈ ആദിവാസികൾക്ക് വേണ്ടി അത് ചെയ്തു എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പലപ്പോഴും പറയുമ്പോൾ ശരിക്കും നമ്മൾ റിയൽ അവരെ പോയി ചെന്ന് ഒന്നും കിട്ടണില്ല, ഒരു തേങ്ങയും കിട്ടുന്നില്ല ഇവിടെ. അത് ഞാൻ പറഞ്ഞത് ഈ ഡോക്യുമെൻ്ററിയിൽ ഞാൻ സഞ്ചരിച്ചപ്പോൾ ഞാൻ സീഡിറ്റിൻ്റെ ഡോക്യുമെൻ്ററികൾ അതുപോലെ ചെയ്തിട്ടുണ്ട്. പ്രകൃതി സീഡിറ്റ് എറണാകുളം സീഡിറ്റിൻ്റെ ഡോക്യുമെൻ്ററികൾ സീഡിറ്റാണ് ഈ ഗവൺമെൻറ് ബേസ്ഡ് ആയിട്ടുള്ള ഡോക്യുമെൻ്ററികൾ എല്ലാം ചെയ്തു കൊടുക്കുന്നത്. അപ്പോൾ അത് വലിയൊരു അനുഭവമാണ്. മറ്റേ വെച്ചൂർ പശുക്കളെ പറ്റിയിട്ട്, അതുപോലെ ഇപ്പോൾ കേരളത്തിൽ അന്യം നിന്ന് പോകുന്ന പശുക്കൾ, അതുപോലെ തന്നെ പ്രകൃതി ഓരോ കൃഷി രീതികൾ ഇങ്ങനെയുള്ള. അപ്പോൾ ഞാൻ പറയാം ഈ കാഴ്ചകൾ കൂടുതൽ. പിന്നെ ഈ ക്യാമറ പഠിച്ചുകൊണ്ട് അതിലേക്ക് ഞാൻ വരുന്നത്, ഈ ക്യാമറ ബേസ് പഠിച്ചുകൊണ്ട് ഇങ്ങനെ കുറേ യാത്രകൾ സംഭവിച്ചു. ഒരു മറ്റേ കൈരൽ ടിവിയുടെ ഒരു പ്രോഗ്രാമായിട്ട് ഞാൻ നോർത്ത് ഇന്ത്യയൊക്കെ പോയത്, ഇതെല്ലാം ഈ ക്യാമറമാൻ എന്ന രീതിയിൽ പോയത്. അങ്ങനെ ആ യാത്രകളിലാണ് പിന്നെ ക്യാമറ കൊണ്ടുപോയി. ആ ക്യാമറ എന്ന ടൂൾ പഠിച്ചുകൊണ്ടാണ്, അൺഎക്സ്പെക്റ്റഡ്ലി പഠിക്കുന്നതാണ്. ഇപ്പം ഡബ്ബിങ് എന്ന് പറയുന്നത് നിർബന്ധമായി പഠിച്ചു. അതുകൊണ്ടാണ് ഇപ്പോൾ പരസ്യം പോകുന്നത് എന്ന് പറഞ്ഞ പോലെ ജീവിതത്തിൽ ഓരോ സമയത്തും നമ്മൾ ഒരിക്കലും ഒരു ക്രിയേറ്റീവായിട്ടൊരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഒരിക്കലും ആ ഒരു ബോക്സിനകത്തേക്ക് പെടില്ല. നമ്മൾ പലപ്പോഴും പറയും ഭയങ്കര വർക്ക് പ്രശ്നമാണ്, എനിക്ക് എന്താ ചെയ്യാന്ന് പറയുന്നത്. ക്രിയേറ്റീവ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ക്രിയേറ്റീവാണ്. അയാൾ അടുത്ത ഒരു ടാസ്ക് അയാൾ ചാടും, കാരണം അയാൾക്ക് ചാടിയേ പറ്റൂ. അയാൾക്ക് അത് അവിടെ നിൽക്കാൻ പറ്റില്ല. ക്രിയേറ്റീവ് അല്ലാതെ മെറ്റീരിയലായിട്ടൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം 10-20 എന്ന് പറയുന്ന ആളുകളാണ് പലപ്പോഴും എന്താ വെച്ചാൽ ഫ്ലോപ്പ് ആവുന്നത്. അവർ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ മെറ്റീരിയൽ കൊണ്ട് ഇറക്കും. അതായത് ഹൈ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തിയിട്ട് വലിയ സ്റ്റുഡിയോ ഉണ്ടാക്കുന്നു, വലിയ സംഭവം ഉണ്ടാക്കുന്നു, വലിയ ബർഡൻ ഉണ്ടാക്കുന്നു. എന്നിട്ട് അവസാനം അതിന് ക്രിയേറ്റീവായിട്ട് ഒരു ടീമിനെ വെക്കണം. ആ ടീമിനെ വെക്കാൻ അവന് തീറ്റി പോറ്റാനായിട്ട് വലിയൊരു സംഖ്യ ചിലവാക്കുക. അപ്പോൾ എല്ലാവർക്കും പറ്റിയ പ്രൊഫഷനല്ല. ഞാൻ തന്നെ എൻ്റെ 12 വർഷത്തിൽ എത്രയോ പുതിയ അഡ്വർടൈസിങ് കമ്പനി എന്ന് പറഞ്ഞിട്ട് കാർഡുകൾ എനിക്ക് കൊണ്ടുവന്ന് തന്നിട്ടുണ്ടെന്നൊരു 2 സിനിമയിൽ അസിസ്റ്റ് ചെയ്യുന്നു. അപ്പോൾ അവർക്ക് തോന്നുകയാണ് ഈ പരസ്യം പിടിക്കുക കാശ് കിട്ടാനായിട്ട്. 4 പേര് കൂടിയിട്ടൊരു കമ്പനി തുടങ്ങുന്നു. ഓരോ കമ്പനി പേരിടുന്നു, വിസിറ്റിംഗ് കാർഡ് തരുന്നു, ചേട്ടാ ഞാൻ ആളോട്ട് പരസ്യം പിടിക്കുക. ഇപ്പോൾ വെഡ്ഡിങ്ങിലും ഉണ്ട് ഇതുപോലെ പുതിയ പ്രവണത. വെഡ്ഡിങ്ങിൽ അവരിതുപോലെ തന്നെ പറയാനുണ്ട്, ചേട്ടൻ്റെ ഫീൽഡിലേക്ക് ഞാനും വരികയാണ്, ഞാനും അഡ്വർടൈസിങ് വരും. ഞാൻ സ്വാഗതം, ആർക്കും വേണമെങ്കിൽ വരാം. പക്ഷേ ഈ പ്രൊഫഷനിൽ നിന്ന് പോകണമെങ്കിൽ നിങ്ങൾ മൾട്ടിപ്പിൾ ആവുന്നൊരു മൈൻഡ് സെറ്റ് വേണം നിങ്ങൾക്ക്. ഒരാളിൽ മാത്രം ഡിപ്പെൻഡഡ് ആയിട്ട് ഈ രംഗത്ത് നിൽക്കാൻ പറ്റില്ല. ഈ പരസ്യത്തിന്റെ മാർക്കറ്റിംഗ് പറഞ്ഞപ്പോൾ ഒരു കാര്യം തോന്നുന്നു. എൻ്റെ ഈ ചാനലിലെ വീഡിയോ കണ്ടിട്ട് ഒരാളെന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. അയാൾക്ക് വീട്ടിൽ സ്വന്തമായിട്ടൊരു മിക്സിംഗ് സ്റ്റുഡിയോ ഉണ്ട്, സൗണ്ട് മിക്സിംഗ് സ്റ്റുഡിയോ ഉണ്ട്. അപ്പോൾ അയാൾ സംസാരിച്ച് കഴിഞ്ഞതിന് ശേഷമാണ് അയാൾ പറയുന്നത്
മഞ്ഞമ്മൽ ബോയ്സ് എന്ന് പറഞ്ഞ സിനിമ മിക്സ് ചെയ്ത അയാളാണ്. അയാളുടെ വീട്ടിൽ വെച്ചാണ് അത് മിക്സ് ചെയ്തത്. അയാളുടെ ആ സ്റ്റുഡിയോയ്ക്ക് DTS:Xന്റെ സർട്ടിഫിക്കറ്റ് ഉണ്ട്. സോ ഇയാള് എവിടെയും അത് പരസ്യപ്പെടുത്തിയിട്ടോ ഒരു ബോർഡോ കാര്യങ്ങളോ ഒന്നും വെച്ചിട്ടില്ല. അയാളുടെ വീടിനകത്ത് അയാൾ സ്വന്തമായിട്ട് ഇന്ന് മിക്സ് ചെയ്ത് ഒരു സിനിമ മിക്സ് ചെയ്തിട്ടായി 10-200 കോടി കളക്ട് ചെയ്ത ഒരു വലിയ പടം മിക്സ് ചെയ്ത ഒരു മനുഷ്യന്റെ കാര്യം ഞാൻ പറയണേ. അത് മാത്രമല്ല മലൈക്കോട്ടെ വാലിബനൊക്കെ അയാൾ മിക്സ് ചെയ്ത് റീസെന്റ് ഒരു വെബ് സീരീസ് ഒക്കെ അയാൾ മിക്സ് ചെയ്തിട്ടുണ്ട്. വളരെ കണ്ടന്റുകളൊക്കെ ഹൈ ക്വാളിറ്റിയാണ്. ഇപ്പൊ സുനിൽ ചേതൻ എവിടെ പരസ്യം ചെയ്യണ ഞാൻ കണ്ടിട്ടില്ല. എന്തുകൊണ്ടാണ്? ഒരു മാർക്കറ്റിംഗ് ജന്മത്തിലെ തന്നെ ആദ്യത്തെ ഒരു നിതിൻ പറഞ്ഞപ്പോ ഉള്ള ഒരു ആദ്യത്തെ ഒരു ഇന്റർവ്യൂ ആണ് ഞാനിപ്പോ പറയണത് തന്നെ. ഇന്റർവ്യൂ എന്നല്ല ഞാൻ ഇന്റർവ്യൂ കൊടുക്കാന്നല്ല, അങ്ങനെയല്ല. ഞാൻ എന്താ ഒരു സംഭവം ഞാൻ പറയാൻ ഒന്നുമല്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എല്ലാ കാര്യങ്ങളും അതിജീവനത്തിന്റെ ഭാഗമായിട്ടാണ്. അത് അഭിനയത്തിന്റെ കാര്യം ഞാൻ പറഞ്ഞു. അത് എന്ന് വെച്ചാല് തിയേറ്ററിൽ ഉണ്ടായിരുന്നല്ലോ, തിയേറ്ററിൽ അഭിനയിച്ചത് അതൊരു 3 ഭാഷയിൽ വന്നൊരു ആഡ് പരസ്യം. അതൊരു കുറച്ച് ബഡ്ജറ്റ് വന്ന ആഡാണ്. അതിലെ രസകരമായ കാര്യം ആഡിൻ്റെ കോൺസെപ്റ്റൊക്കെ പറഞ്ഞ് അവർ പറഞ്ഞു. ഓക്കെ, അതിൽ അഭിനയിക്കുന്നത് ജെൻസൺ ആലപ്പാട്ട് എന്ന് പറയുന്ന അവനുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് പലരും ഒരിക്കലും അവരിന്ന് ആരും നടനായിട്ട് അംഗീകരിക്കുന്ന ആളുകളല്ല. അങ്ങനത്തെ 2 ആൾക്കാരെ ഞാൻ പിക്ക് ചെയ്ത്. ഒന്ന് ഒരു പ്രായം ചെന്നിട്ട് 2 ആൾക്കാരാണ്. അപ്പൊ അവർക്ക് അഭിനയിക്കാൻ ഭയങ്കര താല്പര്യമുണ്ട്. പക്ഷെ അവർക്ക് തിയേറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ട് അവർക്ക്. പക്ഷെ അവരെ ആരും വിളിക്കില്ല. അപ്പൊ ഞാൻ നോക്കിയപ്പോൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫേസ് ആണ് നോക്കിയത്. അങ്ങനെ 2 ആൾക്കാരെ പിക്ക് ചെയ്തു. എല്ലാ കാസ്റ്റിംഗ് കഴിഞ്ഞിട്ട് ഈ ലൊക്കേഷനിൽ എത്തുന്ന മുമ്പായിട്ട് ഞാൻ പറഞ്ഞു ക്യാമറമാനോട്, ഈ ക്യാരക്ടർ ചേട്ടാ ആരാ ചെയ്യുന്നത് ചോദിച്ചു. ഞാൻ പറഞ്ഞു അത് ഞാനാ ചെയ്യുന്നത്. അപ്പോൾ ക്യാമറമാൻ പറഞ്ഞു ചേട്ടാ ചെയ്തോ കുഴപ്പമില്ല. ഞാനപ്പോൾ തന്നെ പോയി മുടിയൊക്കെ ഹെയറൊക്കെ ശരിയാക്കി അവൻ തന്നെ പറഞ്ഞിട്ടാണ് ഷർട്ടൊക്കെ എടുത്ത്. പക്ഷെ ഈ ഷൂട്ട് ചെയ്യുന്നൊരു പ്രശ്നം വെച്ചാൽ രാത്രിയാണ് ഷൂട്ട് ചെയ്യുന്നത്. പകല് മുഴുവൻ ലൈറ്റ് വരാതിരിക്കാൻ വേണ്ടിയിട്ട് നൈറ്റാണ് ഷൂട്ട് ചെയ്യുന്നത്. 6 മണിക്ക് ശേഷം ഷൂട്ട് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ നൈറ്റ് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഈ കമ്പനിയുടെ ആളൊക്കെ വന്ന് സംസാരിക്കുമ്പോൾ അവർ വന്നിട്ട് പറഞ്ഞു, താനിപ്പോൾ ഇത് അഭിനയിക്കും കൂടി ഉണ്ടോ? ഞാൻ പറഞ്ഞു ഞാൻ അഭിനയിക്കുകയാണ്. വേറെ ഒന്നുമല്ല ഞാൻ ചെയ്തത്. നമ്മൾ ഈ നിങ്ങൾ ചെയ്തിട്ടും ആളുകൾക്ക് റെക്കഗ്നൈസ് ചെയ്യാൻ പറ്റിയിട്ടില്ല ഞാൻ പരസ്യം ചെയ്യുന്ന ആളാണ്. പക്ഷേ ഈ ഒരൊറ്റ പരസ്യം ചെയ്തോട് കൂടിയിട്ട് ഒരുപാട് ആളുകൾ നിങ്ങളെ പരസ്യത്തിൽ കണ്ടുവല്ലോ എന്ന് ചോദിക്കും. ഞാൻ പറഞ്ഞാൽ ആ പരസ്യം ചെയ്തത് ഞാൻ തന്നെ. നിങ്ങളാണോ പരസ്യം ചെയ്തത്? അപ്പോൾ നിങ്ങളുടെ പണി എന്താ? ഞാൻ പറഞ്ഞു പരസ്യം ചെയ്ത പണി. അങ്ങനെ ആളുകൾക്ക് റിവീൽ ചെയ്യാൻ പറ്റിയിരിക്കും ഞാൻ പരസ്യം ചെയ്യുന്ന ആളാണെന്ന്. അല്ല, ആ പരസ്യങ്ങളിൽ അഭിനയിച്ചിട്ടും ചെറിയ പരസ്യങ്ങൾ ഞാൻ സ്റ്റുഡിയോയിലാണ് ചെയ്യുന്നത്. അല്ല, ചെറിയ പരസ്യങ്ങൾ സോഷ്യൽ മീഡിയ പരസ്യങ്ങളൊക്കെ ചെയ്യും. എന്താ വെച്ചാൽ ഒരു മോഡലിനെ വെച്ചിട്ട് നമ്മളൊരു ആഡ് ചെയ്യുമ്പോൾ ആ മോഡലിനെ നമ്മൾ ഈ പറഞ്ഞ പോലെ വെയിറ്റ് ചെയ്യണം. ആ പറയുന്ന കണ്ടന്റ് ഈ എഴുതുന്ന ആൾ ഞാൻ തന്നെ ആയതുകൊണ്ട് കണ്ടന്റ് അവരെ പഠിപ്പിക്കണം. ഇപ്പം ഞാൻ നോക്കുമ്പോൾ ചെറിയ ഗ്രീൻ സ്ക്രീൻ സെറ്റപ്പ് എനിക്കുള്ള കാരണം അവിടെ ഓൺ ചെയ്ത് വെച്ച് ഞാൻ തന്നെ പറയും. അത് കഴിഞ്ഞ് എഡിറ്റ് ചെയ്ത് ഞാൻ തന്നെ അത് പുറത്തേക്ക് ഇറക്കും. അപ്പോൾ അതൊക്കെ വളരെ ലിമിറ്റഡ് ആയിട്ടുള്ള ഓഡിയൻസിലേക്ക് പോകുന്നത് സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ മാത്രം. ഈ പരസ്യം എന്ന് പറയുന്നത് കുറച്ചും കൂടിയും വൈഡായിട്ട് അവർ പറഞ്ഞു 3 സ്റ്റേറ്റിൽ പോകണം, തമിഴ് കന്നഡ ഒക്കെ വേണം. TV-യുടെ ബ്രാൻഡ്. അപ്പോൾ അത് ചെയ്തപ്പോഴാണ് ഞാൻ ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞത് ഇപ്പം ഇതൊരു അവസരമാണ്. ഞാൻ എന്താണെന്ന് അറിയാൻ 4 ആൾ അറിയട്ടെ. ഇത് പരസ്യമാണ് ഞാൻ ചെയ്യണമെന്നുള്ളത്. ഇപ്പം എൻ്റെ റിലേറ്റീവ് കാസ്റ്റ് എല്ലാവരും പല തിയേറ്ററുകളും കണ്ടിട്ട് എന്നെ വിളിച്ചു നിന്നെ കണ്ടു. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് ഈ പലപ്പോഴും ഈ ക്യാമറയുടെ പിന്നിലായിക്കോട്ടെ ഈ ശബ്ദം കൊടുത്തിട്ടൊന്നും മനുഷ്യരാരെ അറിയാൻ പോണില്ല. ക്യാമറയുടെ ഫ്രണ്ടിൽ വരുന്നവനെയാണ് ആളുകൾ അറിയുള്ളൂ. ഇല്ല. ഇപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് ഇപ്പോൾ മൃണാൾ എന്ന് പറഞ്ഞ മോഹൻ രൂപിന്റെ മകനാണ്. ഈ മോഹൻ രൂപ് മമ്മൂട്ടി മോഹൻലാൽ ഒന്നും അല്ലാത്ത കാലത്ത് വേട്ട എന്ന് പറഞ്ഞ പടം ഫസ്റ്റ് പടമാണ്. ഈ സിനിമ ചെയ്യുന്ന സമയത്ത് മമ്മൂട്ടി മോഹൻലാൽ ഇൻഡസ്ട്രിയിൽ ഒന്നുമല്ല. ആ സമയത്ത് അയാൾ പറമ്പ് വിറ്റിട്ടാണ് അയാൾ സിനിമ എടുത്തത്. ഈ മോഹൻ രൂപ് മരിക്കുന്ന സമയത്ത് അയാൾ ഒന്നുമില്ലാതെ മരിക്കുന്നത്. സാമ്പത്തികമായിട്ട് വളരെ ബുദ്ധിമുട്ടിലാണ് അയാൾ മരിക്കുന്നത്. അപ്പോൾ ഞാൻ പറയുന്നത് ആ മോഹൻ രൂപിനെ എത്ര പേർക്ക് അറിയാം?
16-17 സിനിമകൾ പിടിച്ചിട്ടുള്ള ആളാണ്, തമിഴിലും മലയാളത്തിലൊക്കെ. അപ്പോൾ ഈ ബാക്കിൽ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ, പക്ഷെ നമ്മളിപ്പോൾ ഈ ഇൻഡസ്ട്രിയിൽ മുമ്പിൽ നിൽക്കുന്ന ക്യാമറ ഫ്രണ്ടിൽ നിൽക്കുന്ന ആളുകൾ മാത്രമേ നമ്മൾ അവരുടെ ഗോസിപ്പുകളും അവരുടെ കാര്യങ്ങളും അറിയുന്നു. ബാക്കി ആളുകളുടെ ജീവിതത്തെ പറ്റി നമുക്ക് ഒരു പിടിയില്ല. അപ്പം എന്ന് പറഞ്ഞ പോലെ തന്നെയാണ് ഈ പരസ്യരംഗത്തിൻ്റെ പ്രധാനപ്പെട്ട കാര്യം. ഇതിൻ്റെ പിന്നിൽ നമ്മൾ നിൽക്കുമ്പോൾ ആരും ഇത് പുറത്തേക്ക് വരുന്ന ഔട്ട് കാണുമ്പോൾ കമ്പനിയുടെ ആളുകൾക്ക് മാത്രമേ അറിയുള്ളൂ ഇതിൻ്റെ പിന്നിൽ അവർക്ക് കിട്ടുന്നുണ്ട്. പക്ഷെ ഈ പിന്നെ രണ്ടാമത്തെ കാര്യം എനിക്ക് തോന്നിയിട്ടില്ല, ഈ രംഗത്ത് തോന്നിയിട്ടുള്ളത്, ഈ പരസ്യ രംഗത്തേക്ക് ഞാനൊക്കെ ഈ ചെറിയ പരസ്യങ്ങൾ ചെയ്യുന്ന ഒരാളെന്ന രീതിയിൽ ലാബിൽ ചെയ്യപ്പെട്ട ഒരാളാണ്. നേരത്തെ പറഞ്ഞ ഏറ്റവും കുറഞ്ഞ ബഡ്ജറ്റ് ചെയ്യാന്ന് അല്ല, അങ്ങനെ ഒരു വലിയൊരു സംഭവം ഞാൻ പറഞ്ഞുതരാം. എൻ്റെ അടുത്ത് ഒരു സിനിമയുടെ പ്രൊഡക്ഷൻ മാനേജർ വന്നിട്ട് പറഞ്ഞു, സുനിലെ ഞാൻ പരസ്യങ്ങളൊക്കെ സുനിൽ ചെയ്യണ്ടല്ലോ. ഞാൻ പറഞ്ഞു, സുനിൽ വലിയ പരസ്യങ്ങൾ വന്നു കഴിഞ്ഞാൽ സുനിൽ വേണമെങ്കിൽ ഞാൻ ചെയ്തു തരാമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു, താങ്കൾ എന്താ ഉദ്ദേശിക്കുന്നത്? സുനിൽ ചെയ്യുന്ന ഈ 5000 രൂപ ചെറിയ പരസ്യങ്ങളല്ലേ? ഞാൻ പറഞ്ഞു, ഞാൻ വലിയ പരസ്യങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. പുള്ളി പറഞ്ഞു, അപ്പോൾ ചെയ്തിട്ടുണ്ട്. ഞാൻ ഇപ്പോൾ 2-3 ഇപ്പോൾ നിതിൻ തന്നെ അഭിനയിച്ച ഒരു പരസ്യമുണ്ട്. അന്ന കാലത്ത് ബ്ലാക്ക് മാജിക് ഷൂട്ട് ചെയ്തത് കണ്ടിട്ടില്ല. അത് അന്ന് ക്യാമറ ചെയ്യാന്ന് പറഞ്ഞപ്പോൾ വന്നവന് പോലും ക്യാമറ ഓപ്പർ ചെയ്യില്ല. കൊണ്ടുവന്ന ആളാണ് അത് ഉപയോഗിച്ച്, അത് അസിസ്റ്റന്റായിട്ട് വന്ന ആള്. ഞാൻ പറഞ്ഞ അന്ന് ആ പരസ്യം ചെയ്യുമ്പോൾ 1 ലക്ഷത്തിന് മുകളിൽ ചിലവ് വന്നിട്ടുണ്ട്. അതേപോലെ പരസ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഞാൻ. അതിനുശേഷം JMJ ഫിനാൻസിന്റെ പോലെ ആഡ് ചെയ്യുമ്പോൾ ഗോകുല് നന്ദുവിനെ വെച്ചിട്ട് ആഡ് ചെയ്യും. ഇതൊക്കെ അന്നും പൈസ വന്നിട്ടുണ്ട്. അപ്പൊ ഈ നമുക്ക് പൈസ കൂടുതൽ കിട്ടി നല്ല വർക്ക് ചെയ്യാൻ എളുപ്പം. ഇപ്പൊ 5000 രൂപയ്ക്ക് 10000 രൂപയ്ക്കും 20000 രൂപയ്ക്കൊക്കെ നമ്മളൊരു പരസ്യം ചെയ്യുമ്പോൾ ആ 20000 രൂപയുടെ ഇൻവെസ്റ്റ്മെന്റ് ആണ്. അതിനകത്ത് പ്രോഫിറ്റ് ഇല്ല. അതിന് നമുക്ക് ആ കൂടി കിട്ടുന്ന മെച്ചം എന്ന് പറയുന്നത് നമുക്കൊരു ആത്മനിർവൃതി. പറഞ്ഞല്ലോ വലിയ ഇതെങ്ങനെ കാറ്റഗറൈസ് ചെയ്യണേ? നിങ്ങളുടെ പരസ്യങ്ങൾക്ക് കുറെ ക്വാളിറ്റിയാണ്. നിങ്ങളിപ്പോ വലിയ ക്യാമറ കൂടി ഉപയോഗിക്കുമ്പോൾ അതിന്റെ ക്ലാരിറ്റി ഉണ്ടാവും. ഇപ്പൊ തൃശ്ശൂർ ഒരു ബ്രാൻഡ്, ഏതെങ്കിലും ഒരു ഫിനാൻഷ്യൽ സ്ഥാപനം, തൃശ്ശൂർ മാത്രമുള്ള ഒരു ബ്രാൻഡ്. സോ അതിലും നമ്മൾ കൊടുക്കുന്ന ഇൻപുട്ട് സെയിം അല്ലേ? അല്ല, ഇതില് പരസ്യം ശരിക്കും പറയണെങ്കിൽ അല്ല, പരസ്യത്തിൽ നമുക്ക് 2 കുഴപ്പമാണുള്ളത്. ഒന്ന്, നമുക്ക് പരസ്യത്തെ പറ്റി ചിന്തിക്കുമ്പോൾ പ്രിയദർശൻ പണ്ട് പറഞ്ഞ പോലെ, ഞാൻ മലയാളത്തിൽ നിന്ന് സിനിമ ചിന്തിക്കുന്ന സമയത്ത് എനിക്ക് ഒരുപാട് ബ്ലോക്കുകളുണ്ട് എൻ്റെ ചിന്തകൾക്ക്. ഹിന്ദി സിനിമയിലേക്ക് വന്ന സമയത്ത് എൻ്റെ ചിന്തകൾ എത്രമാത്രം ഉയർത്താൻ പറ്റും എന്നുള്ളതാണ് എൻ്റെ. അതായത് ഒരു പാട്ട് ഇതുവരെ ഭൂമിയിൽ ഒരു മനുഷ്യന് കാണാത്ത ഒരു വിഷ്വൽ ട്രീറ്റ്മെന്റ് ആ പാട്ടിലൂടെ കൊടുക്കണം എന്ന് ചിന്തിക്കുമ്പോൾ ഞാൻ ചിന്തിച്ച് തലമുണ്ടാക്കുന്ന അതാണ്. പൈസയല്ല ചിന്തിക്കുന്നത്. പക്ഷെ മലയാളത്തിൽ സിനിമ ചെയ്യുന്ന സമയത്ത് നമ്മൾ ചിന്തിക്കുന്നത് ഊട്ടിയിൽ വെച്ചിട്ട് ഒരു 10 ആളെ വെച്ചിട്ട് ബാക്ക്ഗ്രൗണ്ട് വെച്ചിട്ട് അത് ഒരു ദിവസം കൊണ്ട് ഷൂട്ട് ചെയ്തെടുക്കാൻ പറ്റുമോ എന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഇവിടെ പരസ്യരംഗത്ത് നമ്മൾ നേരിടുന്ന വലിയ പ്രശ്നം വെച്ചാൽ, ഇവിടെ വൻകിട കമ്പനികൾ എന്ന് പറയുന്ന പരസ്യ കമ്പനികൾ ഇഷ്ടം പോലെയുണ്ട്. പക്ഷെ ഇവരുടെ ടാർഗറ്റ് എന്ന് പറയുന്നത് ഇയർലി ഒരു പരസ്യമോ അല്ലെങ്കിൽ 2 പരസ്യമാണ്. ഞാൻ ഈ വലിയ പരസ്യങ്ങൾക്ക് വേണ്ടിയിട്ട് അസോസിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണെങ്കിൽ, ഞാനൊരു പരസ്യം ചെയ്യുന്ന 20000 രൂപയ്ക്കാണെങ്കിൽ എൻ്റെ ലാഭം എന്ന് പറയുന്നത് അതിന് മാക്സിമം എൻ്റെ 4000 രൂപ 3000 രൂപ കോസ്റ്റാണ്. ഇവരുടെ കണക്ക് എങ്ങനെയാണെന്ന് വെച്ചാൽ 10 ലക്ഷം അല്ലെങ്കിൽ 5 ലക്ഷം രൂപയുടെ പരസ്യം ചെയ്യുകയാണെങ്കിൽ 2.5 ലക്ഷം രൂപ ഇതിൻ്റെ കോസ്റ്റ് വരുന്നു. ബാക്കി 2.5 ലക്ഷം രൂപ വരെ പ്രോഫിറ്റ് ആണ്. ചിലർ 50-60 വരെ എടുക്കും. 2.5 ലക്ഷത്തിൻ്റെ ഒരു 10 പരസ്യം ചെയ്ത് കഴിഞ്ഞാൽ ഒരു വർഷത്തിലായി. അപ്പോൾ അവരുടെ കണക്ക് കാൽക്കുലേഷൻ അത്രേ ഉള്ളൂ. വർഷത്തിൽ ഒരു 10 അല്ലെങ്കിൽ 5 പരസ്യം ചെയ്യാം. ഞാനൊരു മാസം 10-20 പരസ്യം ചെയ്യുന്നു. ആ ഒരു വർഷം 10 പരസ്യം ചെയ്യുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് വലിയൊരു ആഡ് ചെയ്യുന്ന ഒരാൾ പറഞ്ഞു, സോ നീ എന്തിനാ ഇങ്ങനെ പണിയെടുക്കണേ? അതായത് നമ്മൾ ചെയ്യുമ്പോൾ നല്ലത് ചെയ്താൽ മതി. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം നമ്മൾ നേരിടുന്നത് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാഫ് പിന്നെ അതിനു വേണ്ടി ഒരു പരസ്യത്തിന് വേണ്ടി വെയിറ്റിംഗ് ടൈം ഉണ്ടല്ലോ. ഏതൊരു വലിയ പരസ്യത്തിന് നമ്മൾ പ്രൊസീജിയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ലൊക്കേഷൻ, അതിൻ്റെ ക്യാമറ, അതിൻ്റെ സ്ക്രിപ്റ്റിങ്, അത് പാസ്സായി വരാനുള്ള സമയമുണ്ട്. അതിൻ്റെ ഒരു അപ്രൂവലിന് ഒരു ടൈമുണ്ട്. അത്രയും സമയം നമ്മൾ ജീവിക്കാനുള്ള ബാക്കപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ ഈ പറഞ്ഞ പണി നടക്കും. അല്ലെങ്കിൽ ആരെങ്കിലുമൊക്കെ പറഞ്ഞ് കാശ് കുറച്ച് അവിടുന്ന് കടക്ക് വാങ്ങിച്ചിട്ട് ചെയ്യാം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഓക്കെ. അല്ലെങ്കിൽ നമുക്ക് അത്തരത്തിലുള്ള പരസ്യങ്ങളിലേക്ക് പോകാൻ ഭയങ്കര പാടാണ്.
പരസ്യം ചെയ്യുന്ന വലിയ പരസ്യങ്ങൾ ചിന്തിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ചെറുതും വലുതൊന്നുമില്ല. അയാൾ തിങ്ക് ചെയ്യുന്ന വലിയ ചിന്തിക്കാം അതിനുള്ള ബഡ്ജറ്റ് ഉണ്ടെങ്കിൽ. ബഡ്ജറ്റ് ഇല്ലാതിരിക്കുമ്പോഴാണ്. അപ്പോൾ അങ്ങനെ എൻ്റെ അടുത്ത് പലരും പറയും സുനിൽ ചെറിയ പരസ്യം തന്നെ ആളാണ്, പിന്നെ ബഡ്ജ് അതിന് മാർക്ക് ചെയ്യപ്പെട്ടു. അപ്പോൾ എനിക്ക് ചില സമയത്ത് തോന്നുന്നു അങ്ങനെ എന്നാൽ എങ്ങനെയും മാർക്ക് ചെയ്യട്ടെ. നമ്മൾ ഈ ആദ്യത്തെ ഞാൻ ഒറ്റ വാക്ക് പറഞ്ഞത് അതിജീവനം എന്ന് പറയുന്ന ഒരു സംഭവമാണ്. ഞാൻ ഈ രംഗത്തേക്ക് വരുന്ന സമയത്ത് എനിക്കൊരു ഗോഡ് ഫാദർ ഇല്ല, അല്ലെങ്കിൽ ഇപ്പോൾ ഒരു ഫിനാൻഷ്യൽ ബാക്കപ്പ് ഇല്ല, ഈ ഒരു സിനിമയോ അല്ലെങ്കിൽ ആരെങ്കിലും ഇൻഡസ്ട്രിയിൽ എൻ്റെ ഹെൽപ്പ് ചെയ്യുന്ന ഒരാളില്ല. എൻ്റെ ആദ്യത്തെ ഒരു പരസ്യം ഞാൻ പറയുന്നൊരു മറ്റൊരു ബിൽഡേഴ്സിൻ്റെയാണ്. എൻ്റെ ഒരു ഫാദറിൻ്റെ ഒരു ഫ്രണ്ട് തന്നെയാണ്. ഞാൻ പലരുടെ അടുത്ത് ഞാൻ പരസ്യം ചെയ്യാൻ ആശയമൊക്കെ പറയും, പക്ഷെ ഇവരാരും തന്നെ ആക്സെപ്റ്റ് ചെയ്യില്ല. അവരാദ്യം ചോദിക്കുന്ന ചോദ്യം നിങ്ങൾ ചെയ്ത പരസ്യം ഒന്ന് കാണിക്കും എന്നുള്ളതാണ്. പക്ഷെ ഞാൻ എൻ്റെ പ്രിൻസിപ്പിളിൻ്റെ ശരിയല്ലാത്തതുകൊണ്ട് ഞാൻ ഈ പറഞ്ഞ പോലെ ബ്രെയിൻ ബോക്സിൽ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ പരസ്യങ്ങൾ ചെയ്തതും ക്യാമറ ചെയ്തതുമായിട്ട് വർക്കുകളുണ്ട് അവിടെ. പക്ഷെ ഇതൊന്നും ഞാൻ ഈ പറയുന്ന കമ്പനിയെ കൊണ്ട് കാണിക്കില്ല. ഞാൻ പറഞ്ഞു ഞാൻ ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇത് എൻ്റെ ബ്രാൻഡിലല്ല. എത്ര പേര് ഇങ്ങനെ ട്രാൻസ്പെറൻ്റ് ആയിട്ട് ഈ ഫീൽഡിൽ ഉണ്ടാവും എന്ന് എനിക്കറിയില്ല. ഞാൻ ഒരിക്കലും ആ ഒരു വർക്ക് കൊണ്ടുപോയി കാണിച്ചിട്ട് ഇത് ഞാൻ ചെയ്തതാണെന്ന് ഞാൻ പറയില്ല. അതുകൊണ്ട് ഞാൻ പുതിയതായിട്ട് നിങ്ങൾക്ക് ചെയ്യാം. അതുകൊണ്ട് ഞാൻ എൻ്റെ ഒരു ഫുഡ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഞാൻ സ്റ്റാർട്ട് ചെയ്തത് ഒരു ആഡിൽ നിന്നും രണ്ടാമതിൽ നിന്നും മൂന്നാമതിലേക്ക് അങ്ങനെ പോയതാണ്. ഒരിക്കലും എനിക്ക് ഒരു പലരും വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാൻ വർക്ക് ചെയ്യുന്ന സ്റ്റുഡിയോയിൽ പോലും അവർ തിരിച്ച് ജോലി റിസൈൻ ചെയ്ത് പോരുമ്പോൾ ഞാൻ ചെയ്ത വർക്കുകൾ എന്ന് പറഞ്ഞിട്ട് അവിടെ നിന്ന് പെൻ ഡ്രൈവിലൊക്കെ കോപ്പി ചെയ്ത് അവരുടെ പ്രൊഫൈലാക്കും. അത് ഞാൻ പറയുന്നത് നല്ലൊരു കാര്യമാണ് അവർക്ക് അടുത്ത സ്റ്റെപ്പ് പോകാനായിട്ട്. എന്നിട്ട് അങ്ങനെയാണ് ചെയ്യുക. പക്ഷെ അവിടെ ഞാൻ എൻ്റെ ഒരു ഇത് ശരിയല്ല, ഞാൻ വേറൊരു കമ്പനിക്ക് വേണ്ടി ചെയ്തതാണ്, ഞാൻ അത് അവകാശപ്പെടാൻ പറ്റില്ല. അത് അയാളുടെ ഐഡന്റിറ്റിയിലാണ് അത് ഇരിക്കുന്നത്. എന്നുകൊണ്ട് ഭയങ്കര സ്ട്രഗിൾ അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. സുനിൽ ചെയ്തൊരു പരസ്യം ഒരു സംഭവമാണ്, ഞാൻ കേട്ടതാണ്, സത്യമാണെന്ന് അറിയില്ല. സുനിൽ ചെയ്തൊരു പരസ്യം അത് ഷൂട്ട് ചെയ്യാൻ വന്ന ക്യാമറാമാൻ അത് അങ്ങനെ തന്നെ എടുത്തുകൊണ്ട് അയാൾ ചെയ്തതുകൊണ്ട് സബ്മിറ്റ് ചെയ്ത് കമ്പനി ജോലിക്ക് അല്ല അങ്ങനെ അല്ല ഞാൻ പറഞ്ഞ അങ്ങനെ പലരും ചെയ്തിട്ടുണ്ട്. ഞാനിപ്പോൾ അങ്ങനെ അതിലൊന്നും വലിയ കാര്യമില്ല. അപ്പോൾ നമ്മളങ്ങനെ ചെയ്തിട്ട് ഇതാ ഞാൻ പറഞ്ഞത്, ഇതിൽ ഷോർട്ട് ടൈമിൽ നമുക്ക് ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ കാണിക്കാൻ പറ്റും. ഒരു ലോങ് ടൈമിൽ നമുക്ക് അത്തരത്തിലുള്ള ഗിമ്മിക്കുകൾ കാണിച്ചിട്ടൊന്നും പിടിച്ചിക്കാൻ പറ്റില്ല. ഒരു പർട്ടിക്കുലർ ടൈമിൽ വേണമെങ്കിൽ ഇതിൽ ഞാൻ ആന കുതിര എന്നൊക്കെ പറയാം, പക്ഷെ കുറച്ച് കഴിഞ്ഞാൽ ഫീൽഡിൽ അയാൾക്ക് നിൽക്കാൻ പറ്റില്ല. പിന്നെ അത് നമുക്ക് അറിയുന്ന മാത്രം ചെയ്താൽ നല്ലത്, അല്ലെങ്കിൽ നമുക്കത് പിന്നീട് അത് ബാധിക്കും നമ്മളെ. ഇപ്പൊ പല ടൈപ്പ് സ്ട്രാറ്റജികളുണ്ട് പരസ്യത്തിന്. മുമ്പ് എന്ന് പറഞ്ഞാൽ നോട്ടീസ് അടിച്ച് വിതരണം ചെയ്ത് വണ്ടിയിൽ കൊണ്ട് എറിയുക, അല്ലെങ്കിൽ ചുമരിൽ ചിത്രം വരയ്ക്കുക, ബാനർ വെക്കുക. പിന്നെ ഒരു സമയത്ത് ബലൂൺസ് ഒക്കെ വന്നിരുന്നു, വലിയ ബലൂൺസ് ബിൽഡിങ്ങിന്റെ മുകളിൽ കാണാം പരസ്യം ചെയ്യാനായിട്ട്. ഇപ്പൊ നമുക്ക് സോഷ്യൽ മീഡിയ ഉണ്ട്, റീൽസ് ആയിട്ട് പരസ്യം ചെയ്യാം. അതല്ലാന്നുണ്ടെങ്കിൽ ഒരു ഏതെങ്കിലും ഇൻഫ്ലുവൻസേഴ്സിനെ, സെലിബ്രിറ്റി ഇൻഫ്ലുവൻസേഴ്സിനെ വെച്ചിട്ട് ഇപ്പൊ അത്യാവശ്യം റീച്ചുള്ള ഒരാളെ വെച്ചിട്ട് നമുക്ക് പരസ്യം ചെയ്യാം. തിയേറ്റർ ആഡുകൾ കൊടുക്കാം. അത് മാത്രമല്ല സൗണ്ട് ആയിട്ട് നമുക്ക് FM റേഡിയോ അതുപോലെ റെയിൽവേ സ്റ്റേഷനൊക്കെ കൊടുക്കാം. അപ്പൊ സുനിൽ ഇത് എല്ലാ ടൈപ്പും ചെയ്യുന്നുണ്ട്. ഏറ്റവും കൂടുതൽ എന്താ പറയാ, ഇത് ഏറ്റവും കൂടുതൽ റീച്ച് കിട്ടുന്നത് ഇതിനായിരിക്കും. ഐ മീൻ എനിക്കൊരു ബ്രാൻഡിന് കൂട്ടിക്കോളൂ ഞാനത്. ഇപ്പൊ എന്ന് വെച്ചാല് ഈ പരസ്യരംഗം കുറേയും കൂടി ഭയങ്കര വിശാലമായ ലോകമാണ്. ഈ ഇപ്പോൾ ഞാൻ കഴിഞ്ഞ ദിവസം ഒരു വലിയൊരു ഹോട്ടലിന്റെ ഓണറായിട്ട് സംസാരിച്ചപ്പോൾ ആള് പറഞ്ഞു ഈ ഫുഡ് വ്ളോഗേഴ്സ് വന്നിട്ട് 10,000 തൊട്ട് 50,000 രൂപ വാങ്ങിച്ചുകൊണ്ടായിട്ട് അവര് ഈ ഫുഡ് ഭയങ്കര ഫുഡാന്ന് കൊണ്ടുവരും. അത് വന്ന് കഴിച്ചിട്ട് ഒരാഴ്ചത്തേക്ക് ഭയങ്കര തിരക്കുണ്ടാവും. അപ്പൊ നമ്മളതനുസരിച്ചിട്ട് 10 കിലോ അരി ഇടുന്നെങ്കിൽ 20 കിലോ ആക്കും. അടുത്ത ആഴ്ച ആരും വരില്ല. കാരണം ഈ വന്ന വ്ളോഗറിന്റെ ആൾക്കാര് അടുത്ത ടേസ്റ്റ് ചെയ്യാൻ അടുത്ത സ്ഥലത്തേക്ക് പോവാണ്. അപ്പൊ ഇവരിങ്ങനെ ഒരു റൊട്ടേഷനാണ്, ഒരു പുതിയ സ്ഥലങ്ങൾ കാണുന്നു. ഇതുകൊണ്ട് ബിസിനസ് ലോസ് ആവണം വരുന്നത്. അപ്പൊ അയാൾ പറഞ്ഞു ഞാൻ ഇനി വ്ളോഗേഴ്സിന് എന്റർടൈൻ ചെയ്യിപ്പിക്കണില്ലേ, നിർത്തി പരിപാടി. കാരണം മാത്രമല്ല ഇവർ നെഗറ്റീവും കൂടി ഉണ്ടാക്കണത്. ഇപ്പൊ ഇവര് വരുന്ന സമയത്ത് ഈ ഒരാഴ്ച കഴിഞ്ഞ് 2 ആഴ്ച കഴിഞ്ഞിട്ട് ഇവര് വരുന്ന സമയത്ത് ഇയാൾ ചിലപ്പോൾ ഫുഡിന്റെ പ്രൊഡക്ഷനൊക്കെ മാറ്റിയിട്ടുണ്ടാവും, എന്റെ മെനു ലിസ്റ്റിൽ നിന്ന് കുറച്ചുണ്ടാവും. ഈ സമയത്ത് ഇവൻ പഴയ ഒരു വീഡിയോ കണ്ടിട്ട് വന്ന സമയത്ത് ഇവിടെ ഒന്നും ഇല്ലട്ടോ, അവന് പ്രാന്താണ്. അത് വ്ളോഗറേയും ബാധിക്കും. വ്ളോഗർ പറയുന്ന സമയത്ത് ആ മീൻകറിയൊക്കെ അവന് വേണ്ടി സ്പെഷ്യൽ അവർ ചെയ്തായിരിക്കും. പക്ഷെ പിന്നീട് അവൻ 2 ആഴ്ച കഴിഞ്ഞ് 1 മാസം കഴിഞ്ഞാൽ ആ മീൻകറി പോലും ഉണ്ടാവില്ല. അപ്പൊ അവൻ അവിടെ പറയും, അവന് തിരിച്ച് വീഡിയോ ഇടും. ഇത് വളരെ അവൻ ചോദിക്കാന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം എനിക്ക് പൈസ തരുമെന്ന്. അവന് വ്ളോഗറാവാണ്. ഇവിടെ ഇപ്പൊ ഈ വ്ളോഗിങ് എന്ന് പറയുന്ന രീതി തന്നെ മാറി. ഇപ്പൊ എല്ലാവർക്കും വീട്ടിലൊരു
5 പേരുണ്ടെങ്കിൽ 5 യൂട്യൂബ് ചാനലുള്ള സമയത്ത് നമ്മൾ അപ്പോൾ ആ സമയത്ത് പരസ്യം എങ്ങനെ വിജയിപ്പിക്കുക എന്ന് പറയുന്നത് വലിയ ടാസ്ക്. അപ്പോൾ കാരണം ഒരു മീഡിയത്തിൽ മാത്രം നമ്മളൊരു പരസ്യം ചെയ്തിട്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. ഇപ്പം ഞാൻ ഒരു ഐശ്വര്യയുടെ പരസ്യം ചെയ്യുന്ന സമയത്ത് അല്ല ഗോൾഡോൺ അവരുടെ പരസ്യം ചെയ്യുന്ന സമയത്ത് ഒരേ സമയം TV എല്ലാത്തിലും ഒരേ മീഡിയത്തിൽ പരസ്യം ചെയ്തപ്പോൾ അവർക്ക് അതിനുള്ള ഇമ്പാക്ട് കിട്ടി. അത് കഴിഞ്ഞ് അവരെല്ലാം പിൻവലിച്ചിട്ട് സോഷ്യൽ മീഡിയ മാത്രം ചെയ്യാന്ന് പറഞ്ഞു. അപ്പൊ അതിന് ഇമ്പാക്ട് കിട്ടില്ല. അല്ലാതെ അല്ല ഞാൻ പറഞ്ഞില്ലേ, പിന്നെ ഇത് ഒരു ബൂമിങ് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഏതിനും നമുക്ക് ഈ ഇൻഫ്ലുവൻസേഴ്സിനും ഉണ്ട് ഒരു പെട്ടെന്ന് ഒരു ആളുകളിലേക്ക് ഒരു ഇത് വരാൻ പറ്റും. അതിനല്ലാതെ കൺസിസ്റ്റൻസി ആയിട്ട് ഒരു കൃത്യമായിട്ടൊരു വർക്ക് നടക്കില്ല നമ്മൾ. അങ്ങനെ നിരന്തരമായിട്ടൊരു സാധനം ഒന്നും സാധ്യതയില്ല. ഇപ്പോൾ പരസ്യം ചെയ്യണമെങ്കിൽ ഇപ്പോൾ ഒരു പ്ലാറ്റ്ഫോമിൽ ചെയ്തിട്ട് കാര്യമില്ല. റേഡിയോയിലും വേണമെങ്കിൽ എവിടെ പോയാലും കേൾക്കുന്ന രീതിയിലേക്ക് നമ്മൾ ചെയ്യണം. അല്ലെങ്കിൽ പിന്നെ നമ്മൾ പരസ്യം ഒന്നും വേണ്ട. നിങ്ങളുടെ പ്രൊഡക്റ്റ് അത്രയും നല്ലതാണെങ്കിൽ മൗത്ത് ടു മൗത്ത് ആളുകൾ അത് നിങ്ങളിൽ ഉദ്ദേശിക്കുന്നതിനേക്കാളും കൂടുതൽ റീച്ച് ചെയ്യും. പക്ഷേ അതിന് സമയമെടുക്കും. ആ ഒരു പർട്ടിക്കുലർ ഒരു സമയം നമ്മൾ മാറ്റി വയ്ക്കുകയാണെങ്കിൽ നിങ്ങളുടെ പ്രൊഡക്റ്റ് നല്ലതാണെങ്കിൽ ആളുകൾ പതുക്കെ നിങ്ങളിലേക്ക് എത്തും. അത് അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ഈ നെഗറ്റീവ് ഈ പറഞ്ഞ പോലെ വ്ളോഗേഴ്സിനോട് ചെയ്യിപ്പിച്ച് പെട്ടെന്ന് ഒരു സ്റ്റാർട്ടിങ് എത്രയോ കമ്പനികൾ ഞാൻ കണ്ടിരിക്കുന്നു. ഈ പറഞ്ഞ പോലെ വ്ളോഗേഴ്സിന് കൊണ്ടിരുന്നു ബഹളമാണ്. ആ ബഹളം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരു കൊല്ലം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ലോൺ അടയ്ക്കാൻ പറ്റണ്ടോ? രണ്ടാമത്തെ കൊല്ലം സമയത്ത് ഇത് ഷട്ടർ ഉണ്ടാവും. അതിന്റെ ഷട്ടർ വരും. കാരണം ഇതൊക്കെ ഒരു ഗിമ്മിക്ക് കാണിച്ചിട്ടൊന്നും കാര്യമില്ല. നിങ്ങൾ കൊടുക്കുന്നത് പ്രൊഡക്റ്റ് നല്ലതായിരിക്കണം. അത് ഗിമ്മിക്കാണ്. പരസ്യം എന്ന് പറയുന്നത് നമ്മൾ ശരിക്കും പറയുകയാണെങ്കിൽ അതിന്റെ സ്ട്രാറ്റജി എന്ന് പറഞ്ഞാൽ ബ്രാൻഡ് ചെയ്ത് എപ്പോഴും നിലനിർത്തുക എന്നുള്ളതാണ്. ഇപ്പോൾ കല്യാൺ സ്വാമിക്ക് ഇപ്പോൾ കച്ചവടം ഇല്ലാതെ അല്ല അയാൾ പരസ്യം ചെയ്തത്. കല്യാൺ സ്വാമി പരസ്യം നിരന്തരം അതിനൊരു ഫണ്ട് മാറ്റി വയ്ക്കുകയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ആലുക്കാസ് ഒരു ഫണ്ട് മാറ്റി വയ്ക്കുകയാണ്. ആ മാറ്റി വയ്ക്കുന്ന ആളുകളുടെ ആ മനസ്സിൽ നിന്ന് ആ ബ്രാൻഡ് നെയിം പോവാതിരിക്കുക. എൻ്റെ അടുത്ത് ചില ആളുകൾ വന്നിട്ട് പരസ്യം ചെയ്യുന്നത് കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ചയൊക്കെ തിയേറ്ററിൽ പരസ്യം ഇട്ടിട്ട് ഭയങ്കര ഗൗരവത്തിൽ വിളിച്ചിട്ട് പറയും, നിങ്ങൾ ചെയ്ത പരസ്യം ഇട്ടു, തിയേറ്ററിൽ ഇത്ര പൈസ ചിലവായി, ഒരാൾ പോലും വിളിച്ചില്ല. അപ്പം ഞാൻ പറയാം, എൻ്റെ ചേട്ടാ നിങ്ങൾ തിയേറ്ററിൽ പരസ്യം കണ്ടിട്ട് ആരാ വിളിക്കുക? ഇങ്ങനെയുള്ള ബാലിശമായ ചിന്തകളിലേക്കുള്ള ആളുകൾ നടക്കുന്നത്. അതൊന്നും എക്സ്പെക്ട് ചെയ്യാൻ പറ്റില്ല. നമുക്ക് പരസ്യം ചെയ്യുന്നത് 2 രീതിയാണ്. ഒന്ന് ബ്രാൻഡ് ചെയ്യപ്പെടുന്നു, ആ ബ്രാൻഡ് ചെയ്യുന്ന അറിയിക്കുക. അതാണ് പരസ്യത്തിനോട് പ്രധാനപ്പെട്ട കാര്യം. അതിന് കുറച്ച് സമയം എടുക്കും. ആ സമയം ഞാൻ പറയാം, അതേവരെ നമ്മളെ കമ്പനി പിടിച്ചു നിർത്തണം. പലരുടെയും പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഉള്ള പൈസ മുഴുവൻ ഇൻവെസ്റ്റ് ചെയ്തിട്ട് ഒരു സ്റ്റാർട്ടിങ്ങിൽ കണ്ടമാനം പരസ്യം ചെയ്യും. പ്രൊഡക്ഷൻ അതനുസരിച്ചിട്ട് ചെയ്യാൻ പറ്റില്ല. അവർ വേണ്ടത്ര രീതിയിൽ ഇത് പരസ്യം ചെയ്താൽ മാത്രം പോരാ. ഞാനൊരു കമ്പനിയുടെ പരസ്യം ചെയ്തിട്ട് എനിക്ക് ഇന്ന് ഓർമ്മയുണ്ട്. നല്ലൊരു പ്രൊഡക്റ്റ് ആയിരുന്നു അത്. പ്രൊഡക്റ്റ് അവർക്ക് പ്രൊഡക്ഷൻ ചെയ്യാനുള്ള ബാക്കപ്പ് ഇല്ല അവർക്ക്. 2 സ്റ്റേറ്റില് 2 ജില്ലയില് ഡിസ്ട്രിക്റ്റില് തൃശ്ശൂർ എറണാകുളത്ത് അവർ ഭയങ്കരമായിട്ട് പരസ്യം ചെയ്തു. തിയേറ്ററിലും എല്ലായിടത്തും. ഈ പ്രൊഡക്റ്റ് ആൾക്കാർ ചെന്ന് ചോദിക്കുമ്പോൾ ഈ പ്രൊഡക്റ്റ് കടകളിൽ എത്തിയിട്ടില്ല. അങ്ങനെ വന്നപ്പോൾ ആ ഫ്ലോപ്പായി. അപ്പൊ ഇവൻ പറയുന്ന ഇല്ല, അത് നമ്മുടെ കുറ്റമല്ല. അവൻ പറഞ്ഞു നിങ്ങളുടെ പ്രശ്നമല്ല. നല്ല രീതിയിൽ ഹൈലൈറ്റ് ചെയ്തു ആ പ്രൊഡക്റ്റ്. പക്ഷെ ആ പ്രൊഡക്റ്റിന് ആൾക്ക് ആ സമയത്ത് പ്രൊഡക്ഷൻ യൂണിറ്റും ബാക്കപ്പ് ഉണ്ടാക്കാൻ പറ്റിയില്ല. അത് മാത്രമല്ല, ഈ ബാക്കപ്പ് ഉണ്ടാക്കി പ്രൊഡക്ഷനൊക്കെ ആക്കി വന്നപ്പോഴും ഡെലിവറി കറക്റ്റായിട്ട് ചെയ്യാൻ പറ്റാണ്ടായി. ഡെലിവറി ചെയ്ത് ഫുഡ് പ്രൊഡക്റ്റ് ആയതുകൊണ്ട് ഡെലിവറി ചെയ്ത സാധനത്തിന്റെ തിരിച്ചെടുക്കേണ്ട സമയമുണ്ട്. 3 ദിവസം കഴിഞ്ഞാൽ തിരിച്ചെടുക്കുക. അങ്ങനെ വന്നപ്പോൾ എടുക്കാതെ ആയപ്പോൾ പിന്നെ കടക്കാർ ഇവർ വെക്കേണ്ട പറഞ്ഞു. അങ്ങനെയൊക്കെ ആയിട്ട് ചുരുക്കി പറഞ്ഞു കഴിഞ്ഞാൽ ആ കമ്പനി ഫ്ലോപ്പായി. ഇപ്പൊ പണ്ട് കാലത്ത് എനിക്ക് ഓർമ്മയുണ്ട്, ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലൊക്കെ നടത്തിയിരുന്നു. നമ്മൾ തന്നെ 2 പേരും കൂടി മേജർ റിവ്യൂനൊക്കെ കണ്ടപ്പോൾ ഞാൻ മേജർ റിവ്യൂടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് സുനിലിനെ ആളുടെ അടുത്ത് കൊണ്ടുപോയി സംസാരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അപ്പോ ഇപ്പോ ഫുള്ളും എനിക്ക് കൂടുതൽ പരസ്യങ്ങളിലാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. മറ്റു വർക്കുകളിലേക്കൊന്നും ഉണ്ട്, എന്നാലും അത് അത്രയും കൂടെ ആക്റ്റീവ് അല്ല. സോ ഷോർട്ട് ഫിലിംസിന് ഇനിയും അതിലേക്ക് പോവോ? അതോ ഇപ്പൊ കടകളായിട്ട് നടക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുമോ? ഷോർട്ട് ഫിലിംസിനെ പറ്റി സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഷോർട്ട് ഫിലിമിന്റെ ഞാനൊക്കെ തുടക്കകാലത്തൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഹാൻഡിക്യാമിൽ ഷോർട്ട് ഫിലിം പിടിച്ചു എന്നൊക്കെ. അന്ന് ക്രിയേറ്റീവായിട്ടൊരു സാധനത്തിന് ഔട്ട്പുട്ട് ഇറക്കാൻ വേണ്ടി ഒരു ക്യാമറ കിട്ടിയാൽ മതിയായിരുന്നു. എങ്ങനെയും ഒരു സാധനം ഇറക്കാമെന്നായിരുന്നു ചിന്തിച്ചിരുന്നത്. ഇന്ന് കുട്ടികളുടെ പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ചാൽ ഷോർട്ട് ഫിലിമിന് വരുന്ന ആളുകൾ സിനിമ ചെയ്യുന്ന ക്യാമറ വേണം,
സിനിമ ചെയ്യുന്ന ക്യാമറമാൻ വേണം. അപ്പൊ ഞാൻ ചോദിക്കുക, ഒരു പച്ചക്കറി കടയിൽ എടുത്തു കൊടുക്കാൻ നിൽക്കുന്ന പയ്യനാ. ഞാൻ അതിന്റെ അനിമേഷൻ ടൈറ്റിൽ കൂടെ ചെയ്തത്. അപ്പൊ അവനോട് ചോദിച്ചു നിനക്ക് എത്ര ശമ്പളം ഉണ്ട്? അപ്പൊ അത്ര 15-16 ശമ്പളം. ഈ പൈസ മുഴുവൻ കൂട്ടി വെച്ചിട്ട് അവൻ 2 ലക്ഷം രൂപയ്ക്കൊരു കടം വാങ്ങിച്ച് ഷോർട്ട് ഫിലിം ചെയ്തു. എന്തിനാ ചെയ്ത വെച്ചാല് കഥ മാത്രം അവൻ്റെ ഉള്ളൂ, അവൻ്റെ ആണ് പേര് വയ്ക്കുക സംവിധായകൻ എന്നുള്ളത്. ഈ വർക്ക് കാണിച്ചിട്ട് വേണം അവന് എറണാകുളത്തൊക്കെ പോയിട്ട് അസിസ്റ്റൻ്റായിട്ട് വർക്ക് ചെയ്യാൻ കയറാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഈ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വലിയ പേയ്മെൻറ്റ് കൊടുത്തിട്ട് ക്യാമറമാനെ കൊടുന്ന് ക്രിയേറ്റീവായിട്ടൊരു എത്ര കാലം പറയാൻ പറ്റില്ല. ഞാൻ പറഞ്ഞ ഒരു ചിലപ്പോൾ ബേസിലൊക്കെ പറഞ്ഞിട്ടുണ്ട് ആദ്യം ഷോർട്ട് ഫിലിം പിടിച്ചു അങ്ങനെ കയറിയെന്ന്. 100-ൽ ഒരാൾ അങ്ങനെയൊക്കെ വരാമെന്നുണ്ടെങ്കിലും പക്ഷേ എത്ര പേരിങ്ങനെ ഈ പൈസ ഇൻവെസ്റ്റ് ചെയ്തിട്ട് തിരിച്ച് 10 പൈസ ഗതിയില്ലാതെ വീട്ടിലും ഗതിയില്ലാത്ത ആളുകൾ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളിലേക്ക് പോകണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. നിങ്ങളിൽ ക്രിയേറ്റിവിറ്റി ഉണ്ടെങ്കിൽ എഴുതാൻ പറ്റുകയാണെങ്കിൽ വായിക്കുക, ഡിഫറെൻ്റായിട്ട് നിങ്ങൾ സിനിമകൾ കാണാം, കണ്ട് വിലയിരുത്തി എഴുത്ത് അങ്ങനെ. ഷോർട്ട് ഫിലിമിലേക്ക് ഞാൻ പറയുകയാണെങ്കിൽ ഇൻവെസ്റ്റ്മെൻറ്റ് ഇങ്ങനെ കുറേ ചെയ്ത് 2 കാര്യം അവർ പറയുന്നത് ഇങ്ങനെ ചെയ്താലാണ് ആൾക്കാർ ആമസോൺ പ്രൈം ടൈം ഒക്കെ എടുക്കുള്ളൂ, അല്ലെങ്കിൽ മറ്റേ നെറ്റ്ഫ്ലിക്സ് പോലുള്ളതിലേക്കൊക്കെ ഉള്ള അവരുടെ ക്രൈറ്റീരിയ അനുസരിച്ചിട്ട് നമ്മൾ ക്യാമറ ചില ആ സ്റ്റാൻഡേർഡിൽ ചെയ്താലാണ് നമുക്ക് ആ ഷോർട്ട് ഫിലിം വേണമെങ്കിൽ അവർക്ക് വിൽക്കാം. സത്യം പറയട്ടെ, നിങ്ങൾ കണ്ടന്റ് ആദ്യം ക്രിയേഷൻ ചെയ്യും. ഞാനൊരു ചേതനയിൽ ഡബ് ചെയ്യാൻ പോയ സമയത്ത് ഒരു പയ്യൻ വലിയ എക്സ്പെൻസ് ചെയ്തിട്ടൊരു വെബ് സീരീസ് ചെയ്തു. ഞാൻ ചെയ്ത് കഴിഞ്ഞ് സംസാരിച്ച് കഴിഞ്ഞ് വന്നപ്പോൾ അവൻ വലിയ പൈസ കൊടുത്തിട്ടാണ് അത് വെബ് സീരീസ് ചെയ്യുന്നത്. ഒരു 2 എപ്പിസോഡ് അവനോട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴേക്കും കടത്തിലായി അവൻ. അപ്പോൾ അവൻ പറഞ്ഞ് ആരോ അവനോട് പറഞ്ഞ് ബോധ്യപ്പെടുത്തി ഇത് കണ്ടിട്ട് നെറ്റ്ഫ്ലിക്സുകാർ എടുക്കും, എന്നിട്ട് പിന്നെ അവൻ അവിടെ നിന്ന് കണ്ടിന്യൂ ചെയ്യാന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അവൻ വീടിന്റെ ആധാരം കൊണ്ടുവച്ചിട്ട് ഇങ്ങനെ ഇത്രയും വലിയ കളി കളിക്കുന്നത്. നെറ്റ്ഫ്ലിക്സ് ആദ്യം എന്റെ ഒരു അറിവില്ല, ഞാൻ നെറ്റ്ഫ്ലിക്സിന് വേണ്ടി വർക്ക് ചെയ്തിട്ടുള്ളതാണ്. അപ്പൊ എനിക്കറിയാം നെറ്റ്ഫ്ലിക്സ് ആദ്യം നമ്മുടെ സ്ക്രിപ്റ്റ് ആദ്യം അവർ അപ്രൂവ് ചെയ്യണം, എന്നാൽ മാത്രമേ ഷൂട്ടിങ്ങിലേക്ക് പോകുമ്പോൾ അപ്പോഴാണ് അവരുടെ സ്റ്റാൻഡേർഡ്സ് അവർ പറയാ. ഇതൊന്നും അറിയാണ്ടാ ചെയ്യുന്നത്. അത് ഇപ്പൊ റീസെന്റ് ഇപ്പൊ ഈ കൊറോണ കാലത്തൊക്കെ ഗൾഫിലുള്ള ഒരുപാട് ആൾക്കാർ സിനിമ പ്രൊഡ്യൂസ് ചെയ്യാൻ നോക്കിയിട്ട് ചാടി ഇറങ്ങി വരാറുണ്ട്. അപ്പൊ അവർ പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ സാറ്റലൈറ്റ് റൈറ്റ്സ് ഇത്ര കിട്ടും, ഓവർസീസ് ഇത്ര കിട്ടും, OTT ഇത്ര കിട്ടും, നിങ്ങളൊരു 10 ലക്ഷം ഇറക്കിയാൽ മതി തന്നെ 5 കോടിയുടെ പണ്ടൊക്കെ 10 ലക്ഷം രൂപ കൊണ്ട് വരുന്ന സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇപ്പൊ സുനിൽ ചേതരന്റെ അടുത്തും അങ്ങനത്തെ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടാവും. അവരോട് എന്താ പറയാനുള്ളത്? ഞാൻ എൻ്റെ ഒരു സിനിമ പിടിക്കാനൊരു അല്ലെങ്കിൽ ആൽബം പിടിക്കാനൊക്കെ ആയിട്ട് ഇങ്ങനെ ആളുകൾ വന്നപ്പോൾ ആദ്യത്തെ സംഭവം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഇവർക്ക് ആദ്യം ഈ സീരിയൽ പിടിക്കാൻ ഇങ്ങനെ പല ആളുകളും വന്നിട്ട് ആദ്യത്തെ ഇവരുടെ അജണ്ട എന്ന് പറയുന്നത് പല രീതികളായിരിക്കും. ഈ പറയുമല്ലോ സിനിമ എന്ന് പറയുന്നത് ഇപ്പോൾ നമ്മൾ ദൃശ്യമാധ്യമങ്ങളൊക്കെ കാണുന്ന ഒരു കാര്യമുണ്ട്. സിനിമ എന്ന് പറയുന്നത് വളരെ എന്താ പറയുക, വളരെ നെഗറ്റീവായിട്ടുള്ള ആളുകൾ ഉള്ള സ്ഥലം എന്നൊക്കെ രീതിയിലേക്കാണ്. അങ്ങനെയൊന്നും ഞാൻ പറയില്ല. നല്ല ആളുകൾ ഇഷ്ടംപോലെ സിനിമയിലുണ്ട്. എല്ലാ നടന്മാരും മോശമാണെന്നല്ല. ഇതിലെ സാഹചര്യങ്ങളും സൗകര്യങ്ങളും കൂടുതലുള്ള ഫീൽഡ് എന്ന രീതിയിൽ അതിനൊക്കെ സംഭവിക്കാം. മറ്റു ഫീൽഡുകൾ അങ്ങനെ ഇല്ല എന്നൊന്നും പറയാൻ പറ്റില്ല. ഇതിനേക്കാളും മോശമായിട്ട് നടക്കുന്ന ഫീൽഡുകളുണ്ട്. പക്ഷെ എന്തോ ആയിക്കോട്ടെ, ഈ അങ്ങനെ ഒരു അട്രാക്ട് ചെയ്തിട്ട് എനിക്ക് ഓർമ്മയുണ്ട്, ഒരു പ്രൊഡ്യൂസർ 2 സിനിമ ചെയ്തിട്ടുണ്ട് അയാൾ. പുള്ളി എൻ്റെ അടുത്ത് പറഞ്ഞു നീ സിനിമ ചെയ്യും. ഞാൻ പറഞ്ഞു ആ സിനിമ ചെയ്യും. അപ്പോൾ പച്ചക്കയാണ് ചോദിക്കുന്നത്, എനിക്ക് 2-3 റേഞ്ചിലുള്ള ആളുകളെ പരിപാടി ചെയ്യണം. ഞാൻ പറഞ്ഞു എന്തീ പറയുന്നത്? അപ്പോൾ ആള് നീ എന്താ നിനക്കറിയില്ലേ? ഞാൻ പറഞ്ഞു അല്ല, ഞാൻ സിനിമ എൻ്റെ ആ രീതിയിൽ ചെയ്യാനല്ല ഉദ്ദേശിക്കുന്നത്. ഓ പിന്നെ നീ വലിയ സിനിമ ചെയ്യണവരൊക്കെ തന്നെയാണ് പരിപാടി. ഞാൻ പറഞ്ഞു എന്താ ഉദ്ദേശിക്കുന്നത്? പുള്ളി അതേപോലെ ഒരു സിനിമ ചെയ്തു. ഇപ്പൊ പൊളിഞ്ഞ പാപ്പർ ചൂട്ടായി, കമ്പനിയൊക്കെ പോയി. ഞാൻ പേരും കാര്യങ്ങളും ഇപ്പൊ സിനിമയും പറയണില്ല. 2 സിനിമ, 3-ാമത്തെ സിനിമ പകുതിയിൽ വെച്ച് പ്രൊഡക്ഷൻ നിന്നു. ഇപ്പൊ അയാൾ എവിടെയെന്ന് പോലും എനിക്കറിയില്ല. അയാൾ ആരോ പറഞ്ഞു പറ്റിച്ചിരിക്കുകയാണ്. ഈ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ മദ്യവും സ്ത്രീയും ഫ്രീ ആയി കിട്ടുന്ന സ്ഥലമാണെന്നോ എനിക്കറിയില്ല. അതിനുവേണ്ടി ദയവ് ഇത് ഇത്തരം മീഡിയത്തിലേക്ക് വരാതിരിക്കുക. എൻ്റെ ലാസ്റ്റ് ചോദ്യമാണ് ഉള്ളത്. ഞാൻ മേജർ രവിയുടെ സെക്രട്ടറി ആയിരുന്ന സമയത്ത് കർമ്മയോഗം എന്ന സിനിമയുടെ ഒരു കാസ്റ്റിംഗ് റോൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഫേസ്ബുക്കിലൊക്കെ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ആ സമയത്ത് ഒരുപാട് ആളുകൾ അന്ന് ഇപ്പോൾ ആളെൻ്റെ നമ്പർ അല്ലെങ്കിൽ എൻ്റെ ഫോൺ നമ്പറൊക്കെ ആയിരിക്കും കൊടുക്കുക, അല്ലെങ്കിൽ എൻ്റെ ഇമെയിൽ ഐ ഡിക്ക് ആയിരിക്കും സാധാരണ കൊടുക്കാറുള്ളത്. സോ ആ സമയത്ത് എനിക്ക് ഒരുപാട് ബയോഡാറ്റ ഇങ്ങനെ കോൾസ് വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും പറഞ്ഞ് നിങ്ങളുടെ പോർട്ട്ഫോളിയോ ആയിരിക്കും നോക്കാം എന്ന് പറയാം. സോ ഞാൻ റിസീവ് ചെയ്തിട്ടുള്ള കുറേ പോർട്ട്ഫോളിയോസ് ഉണ്ട് ആ സമയത്ത്. സോ ഇതിൻ്റെയൊക്കെ ഇവരുടെ പോർട്ട്ഫോളിയോയുടെ അടിയിൽ ബയോഡാറ്റയുടെ അടിയിൽ ഏറ്റവും അവസാനം ഡിക്ലറേഷൻ പോലെ എഴുതിയിട്ട് എന്താണെന്ന് അറിയുമോ?
അഡ്ജസ്റ്റ് ചെയ്യാൻ തയ്യാറാണ്. അങ്ങനെ ഒരു സത്യം പറഞ്ഞാൽ അങ്ങനെ വന്നിട്ടുണ്ട്. ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. ഈ കാസ്റ്റ് ചെയ്യുന്ന ലേഡീസ്, പല പ്രായത്തിലുള്ള സ്ത്രീകള്, കുട്ടികൾ, 18-20 വയസ്സായ പെൺപിള്ളേരും 25-30 വയസ്സായുള്ള പ്രായമുള്ള ആൾക്കാരൊക്കെ, ഇതൊക്കെ 10 വർഷം മുമ്പുള്ള കേട്ടോ. വന്ന് വരുമ്പോൾ ഈ എന്താ പറയാ, ഇതിനടിയിൽ ഏറ്റവും അടിയിൽ കൊടുത്തിരിക്കുകയാണ് മറ്റേ അഡ്ജസ്റ്റ് ചെയ്യാൻ താല്പര്യമുള്ള, അഡ്ജസ്റ്റ് ചെയ്യാൻ റെഡിയാണ് എന്ന് പറഞ്ഞ് പോർട്ട്ഫോളിയോ അടിച്ച് എന്നുള്ള സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഞാനത് നേരിട്ട് വായിച്ചിട്ടുണ്ട്. ഞാനും എടുക്കാറില്ല, അതിന്റെ പ്രൊഡക്ഷൻ കാസ്റ്റിംഗ് ഡയറക്ടറൊക്കെ ഞാൻ എടുത്തിരുന്നത്. പക്ഷെ എനിക്കും അത് ആ സമയത്ത് ഞാൻ അവളുടെ പേജൊക്കെ ഞാനായിരുന്നു ഹാൻഡിൽ ചെയ്തിരുന്നത്, ഫേസ്ബുക്ക് പേജൊക്കെ ഞാൻ ഹാൻഡിൽ ചെയ്തത്. ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഞാൻ കണ്ടിരുന്നു. പിന്നെ ഇപ്പൊ ഹേമ കമ്മീഷൻ ഇപ്പോഴത്തെ ചർച്ചകളൊക്കെ അറിയില്ല, ചൂടേറിയ ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുക ഫിലിം ഇൻഡസ്ട്രിയിൽ. ഇപ്പോ നമ്മുടെ നാട്ടില് സ്ത്രീകൾക്ക് ഭയങ്കര സപ്പോർട്ടീവായിട്ടാണ് റൂൾസ് ഉള്ളത്. പക്ഷെ നമ്മൾ എടുത്തു നോക്കുകയാണെന്നുണ്ടെങ്കിൽ 85% കേസുകൾ ഫേക്കാണ്. ഫേക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവര് അവരുടെ ആവശ്യത്തിന് നിന്ന് കൊടുത്തിട്ട് പിന്നീട് അത് അവർ കേസാക്കി എടുക്കുകയാണ്. സുനിൽ ചെയ്തടക്കം കാസ്റ്റിംഗ് കോഴ്സ് നടത്താറുള്ളതാണ്, സ്വന്തം അഡ്വർടൈസ്മെന്റിനൊക്കെ കേട്ട് കാസ്റ്റിംഗ് കോഴ്സ് നടത്താറുള്ളതാണ്. എന്താണ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ്? ഇതിന്റെ ലാസ്റ്റ് ചോദ്യം. കാസ്റ്റിംഗ് കോളിൽ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്രശ്നം വെച്ചാൽ ഭയങ്കരമായിട്ട് ഇവര്, എന്നാൽ അവരുടെ റിക്വയർമെന്റ് എന്ന് പറഞ്ഞാൽ അഭിനയിക്കുക എന്നുള്ളതാണ്. അപ്പൊ അവര് നിരന്തരമായി നമ്മൾ കോൾ ചെയ്തുകൊണ്ടിരിക്കും. ഞാൻ അവരോട് പറയും, എനിക്ക് ആ ഒരു ക്യാരക്ടർ ആയി കഴിഞ്ഞാൽ ഞാൻ പറയും, അപ്പോൾ തന്നെ തിരിച്ചവരോട് മെസ്സേജ് ചെയ്യും, ഞാനിത് നമ്മുടെ ഉദ്ദേശിച്ച ക്യാരക്ടർ കിട്ടിക്കഴിഞ്ഞു, ഇത് വേണ്ട, ഞങ്ങൾ ആവശ്യമില്ലെങ്കിൽ വിളിക്കാം. പക്ഷെ ഇതിൽ ഈ നമ്മളെ എങ്ങനെ പെരുമാറും, ജനറലായിട്ട് നമ്മൾ പെരുമാറുകയാണെങ്കിൽ തിരിച്ച് എനിക്ക് തോന്നുന്നു നെഗറ്റീവോടോ സംഭവിക്കുന്നില്ല. പലപ്പോഴും ഉണ്ടാവുന്ന സംഭവം എന്ന് വെച്ചാൽ നമ്മൾ സോഫ്റ്റ് കോർണറായിട്ട് വർക്ക് ചെയ്യുമ്പോഴാണ് ഈ പലപ്പോഴും ഈ റിലേഷൻഷിപ്പിലൊക്കെ പ്രശ്നം വരുന്നത്. നമ്മൾ കട്ടൻട്രായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന ആളാണ് നിങ്ങളെ പറ്റുന്ന അഭിനയിക്കുന്ന കാര്യങ്ങൾ. ഇപ്പം ഞാൻ ഇന്നാൾ വയനാട് ഒരു ആഡ് ചെയ്യാൻ പോയപ്പോൾ ഞാൻ ഇവിടുന്ന് എനിക്ക് വേണമെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് വേണമെങ്കിൽ ഒരു മോഡലിനെ, എറണാകുളത്ത് മോഡലിനെ കൊണ്ടുപോകാം. ഞാൻ പറഞ്ഞാൽ അവരുടെ ട്രാൻസ്പോർട്ടേഷൻ അതൊക്കെ കമ്പനി എക്സ്പെൻസ് വരും. പിന്നെ അതിന് എൻ്റെ ടോട്ടൽ ബഡ്ജറ്റിന് അത് കൂടും. പിന്നെ അവർക്ക് സ്റ്റേ ചെയ്യണം, അവരൊരാളെ കൊണ്ടുവരണം, സ്റ്റേ ചെയ്യാനും അവർ സിംഗിളായിട്ട് വരാനും ഇഷ്ടം പോലെ പെൺപിള്ളേരുണ്ടെന്ന്. ഞാൻ പറഞ്ഞു, നിങ്ങളങ്ങനെ ബുദ്ധിമുട്ടി വരണ്ട, നിങ്ങൾ വീട്ടിലേക്ക് തിരിച്ചു പോവുക. ആ ഒരു കോൺസെപ്റ്റിൽ ഞാൻ വയനാട് ചെന്നപ്പോൾ ഞാൻ പറഞ്ഞു, വയനാട്ടിലുള്ള ആൾ മാത്രം മതി എന്ന് പറഞ്ഞിട്ട് ആഡ് ചെയ്തു. അവരുടെ അടുത്ത് ഞാൻ പറഞ്ഞു, നിങ്ങൾ വരിക, തിരിച്ചു പോവുക. അങ്ങനെ ആഡ് ചെയ്തു. അവർ വളരെ നല്ല കുട്ടിയാണ്, നന്നായിട്ട് ആക്ട് ചെയ്തു, നന്നായി ചെയ്തു പോയി. അപ്പൊ നമ്മളെങ്ങനെയാണോ ഈ ഫീൽഡിൽ നമ്മളെങ്ങനെയാണ് പ്രവർത്തിക്കുന്ന അനുസരിച്ച് നമ്മുടെ അടുത്ത ആളുകൾ വരിക. അല്ലാതെ നമ്മളെ ചെളി വാരി ഇടാനൊന്നും പറ്റില്ലേ. ഇപ്പൊ ഞാൻ പറഞ്ഞല്ലോ, നമ്മൾ കുറച്ചങ്ങോട്ട് മാറുമ്പോഴാണ് നമ്മൾക്ക് ഒരു ഫോൺ വന്നു കഴിഞ്ഞാൽ കാര്യങ്ങൾ പറയുക എന്നുള്ളത് മാത്രം, കട്ട് ചെയ്യുക. അത് വീണ്ടും നമ്മളൊരു പലരുടെയും ഈ പറഞ്ഞ പോലെ ഈ പല ഡയറക്ടേഴ്സും ചില ആൾ ക്യാമറമാൻ പറയും ഭയങ്കര ശല്യമാണ്. ഞാൻ പറയുന്നത്, ഈ ശല്യം നിങ്ങളാണോ ഉണ്ടാക്കുന്നത്? കാരണം അവർ ഒരു ഹായ് ഇടുമ്പോൾ തിരിച്ച് ഇവർ റെസ്പോണ്ട് ചെയ്യുന്നതുകൊണ്ടാണ് അവർ വീണ്ടും പ്രതീക്ഷിക്കുന്നത്, എക്സ്പെക്ട് ചെയ്യണത്. ഇനി സാറിനെ പ്രീതിപ്പെടുത്തി കഴിഞ്ഞാൽ എനിക്ക് എന്തെങ്കിലുമൊക്കെ ചാൻസ് കിട്ടുന്ന ആ ഒരു പ്രീതിപ്പെടുത്തലുകൊണ്ടാണ് അവർ എന്തിനും ചെയ്യാൻ തയ്യാറാവണത്. പക്ഷേ ഞാൻ പറയണത്, ഈ അത്തരത്തിൽ കാര്യങ്ങൾ ചെയ്യാതെ പ്രൊഫഷണലായിട്ട് നിങ്ങൾ അഭിനയിക്കാനാണോ വരണമെങ്കിൽ അഭിനയിക്കുക, പോവുക. ആ സിസ്റ്റത്തിലേക്ക് നിങ്ങളെ മാറ്റാൻ പറ്റുകയാണെങ്കിൽ മാത്രമേ പ്രൊഫഷണൽ നിൽക്കാൻ പറ്റൂ. അല്ലാതെ ആരെങ്കിലും എന്തെങ്കിലും സോഫ്റ്റ്വെയർ ഒരാൾ പറയുന്നു, നിന്റെ പ്രശ്നങ്ങളൊക്കെ കേൾക്കാവുന്ന ഒരാൾ എന്ന് പറയുന്ന, ഞാൻ ഒന്നാമത്തെ കാര്യം, ഞാൻ ആ വർക്ക് കഴിഞ്ഞാൽ നമ്പർ തന്നെ ഡിലീറ്റ് ചെയ്ത് കളയും. ഇല്ല, ഞാൻ ചിലപ്പോൾ എൻ്റെ നമ്പറുകളൊക്കെ എടുക്കണ്ടോ, പേരൊന്നും സേവ് ചെയ്തിട്ടുണ്ടാവില്ല. അപ്പൊ എന്താ വെച്ചാല് പിന്നെ അതിന് നമ്മൾ ഫോളോ അപ്പ് ചെയ്യേണ്ട ആവശ്യമില്ല. നമ്മൾ അടുത്ത വർക്കുന്ന സമയത്ത് നമുക്ക് അടുത്ത് ഇത് ഇല്ലാതെ വരുമ്പോഴാണ് നമ്മൾ ഈ ചില ആളുകളെ കാണുമ്പോൾ സംഭവം അവർക്ക് സൗന്ദര്യം ഉണ്ടാവും, ചിലപ്പോൾ ഈ പല പോസിറ്റീവ് കാര്യങ്ങളുണ്ടാവും. പക്ഷെ നമ്മൾ അങ്ങനെ അതിലേക്ക് നമ്മൾ ഫോക്കസ് മാറിക്കഴിഞ്ഞാൽ നമ്മളെന്താണോ നമ്മുടെ ക്രിയേറ്റിവിറ്റി, നമ്മുടെ കാര്യങ്ങളിലേക്ക് അത് ബാധിക്കും. പലപ്പോഴും പറയും, ഇല്ല അത് ഞാൻ രണ്ട് വഴിക്ക് പോകും. ഒരിക്കലും അത് പറ്റുന്ന കാര്യമില്ല. വലിയ ഫേമസ് ആയിട്ടുള്ള പല ഡയറക്ടേഴ്സും ആയിക്കോട്ടെ, പല ആളുകൾക്ക് ഇപ്പം നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം, കാരണം ഡയറക്ഷൻ മാറിപ്പോയി കഴിഞ്ഞാൽ ഇന്നല്ലേ നാളെ നമ്മൾ അതിൽ ലോക്കൽ വീഴും. അത് സംശയമില്ല. അപ്പം ഏറ്റവും നല്ലത് നമ്മൾ പോകേണ്ട വഴി, സ്ട്രൈറ്റ് ആയിട്ട് വഴി, നമ്മൾ അഭിനയിക്കുന്ന ആളുകളെ പിക്ക് ചെയ്യുന്നു, അഭിനയിക്കുന്നു, ഒരു പോകുന്നു. അതിന് ബിഫോർ ആൻഡ് ആഫ്റ്റർ നമ്മൾ നോക്കേണ്ട കാര്യമില്ല. അവരെന്തായിരുന്നു, അവരെന്ത് പാസ്റ്റ് എന്തായിരുന്നു. ചില ആളുകളുണ്ട് പാസ്റ്റ് ചോദിച്ചിട്ട് എൻ്റെ അടുത്ത് വന്നിട്ട് പറയും, ചില അസിസ്റ്റൻസൊക്കെ പറയും, പാസ്റ്റൊക്കെ അവർ അന്വേഷിച്ച് വന്നിട്ട് പറയും, അവൾ പെശക, അവൻ പെശക. ഞാൻ പറയും, ഇതെന്തായാലും എനിക്ക് അറിയേണ്ട ആവശ്യമില്ല. അപ്പോൾ എന്തും ആയിക്കോട്ടെ, ആസ് പ്രസൻറ്റ് സ്റ്റേജിൽ അവരെൻ്റെ ക്യാമറ മുമ്പിൽ നിൽക്കുമ്പോൾ അവർ വേറൊന്നും അറിയേണ്ട കാര്യമില്ല. അഭിനയിക്കുന്നു, അവർ പോകുന്നു. അവർ പാസ്റ്റിൽ അവർ എന്ത് ചെയ്തിരുന്നു, ഇതൊക്കെ ചകയാൻ പോകുമ്പോഴൊക്കെയാണ് ഓരോ ലോക്കലും ആളുകൾ പെടുന്നത്. പിന്നെ അതൊന്നും മോചിതരാവാനും പറ്റില്ല. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് നമ്മുടെ തടി കേടാതിരിക്കാൻ ഇങ്ങനത്തെ നമ്മുടെ പണി ചെയ്യുക, അവരായിട്ട് കണക്ഷൻ ഒഴിവാക്കുക. അപ്പോൾ
ഓൾ ദ ബെസ്റ്റ്. ഇനിയും കൂടുതൽ പരസ്യങ്ങൾ ചെയ്യട്ടെ. തൃശ്ശൂർ ഇപ്പോൾ എനിക്ക് തോന്നുന്നു ലീഡായിട്ട് പരസ്യം ചെയ്യുന്നത് സുനിലാണ്. ഏറ്റവും ബഡ്ജറ്റ് അങ്ങനെയൊന്നും പറയല്ലേ. കാരണം വെച്ച് കഴിഞ്ഞാൽ ഞാൻ ചെയ്യാൻ പറഞ്ഞല്ലോ, നേരത്തെ പറഞ്ഞല്ലോ, ഞാനൊരു 1000 പരസ്യം ചെയ്യുന്നത് മറ്റേ ഭാഷ പറയുന്ന പോലെ അല്ല. അങ്ങനെ വന്ന പ്രശ്നം വെച്ച് കഴിഞ്ഞാൽ പരസ്യം തരുന്നവർക്ക് തോന്നും ഇവന്റെ അടുത്ത് വില കുറവാണെന്ന്. അങ്ങനെ ഞാൻ പറഞ്ഞു അങ്ങനെയൊന്നും എന്നെ സംബന്ധിച്ച് ഒരു മാർക്ക് ഞാൻ ചെയ്യുന്നത് ഞാൻ പറഞ്ഞു എൻ്റെ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ ഒന്ന് മിനിമം ലാഭമാണ് ഞാനത് പ്രതീക്ഷിക്കുന്നത്. അതായത് ഞാൻ അത്രേ ഉള്ളൂ. അല്ലാതെ ഈ പരസ്യം ചെയ്തു നാളെ ഞാൻ കുറേ കാലം ഞാൻ കള്ളു കുടിക്കാനുള്ള കാശ് കിട്ടണം, എനിക്ക് ആ പരസ്യത്തിൽ നിന്ന് എനിക്കൊരു ഐഫോൺ വാങ്ങിക്കാനുള്ള കാശ് കിട്ടണം, ആ പരസ്യത്തിൽ നിന്ന് എനിക്ക് ടൂർ പോകാനുള്ള കാശ് കിട്ടണം എങ്കിൽ ഞാൻ അയാളെ പറ്റിക്കണം. ഞാൻ എൻ്റെ അധ്വാനത്തിൻ്റെ മാത്രം ഫലം എടുക്കുന്നു, എൻ്റെ കുടുംബം കഴിഞ്ഞപ്പോൾ ഉള്ള പൈസ എടുക്കുന്നു മാത്രം ചിന്തിക്കുകയാണെങ്കിൽ ഈ പറയുന്ന കാര്യങ്ങളിലേക്കൊന്നും എനിക്ക് പൈസ ഉണ്ടാവില്ല. സിനിമ ശരിക്കും പറയുകയാണെങ്കിൽ സിനിമയുടെ കാര്യം തന്നെയാണ്. നമ്മൾ അനാവശ്യമായിട്ട് പൈസ കുറേ ചെറിയ ചെറിയ ഇതേ സെയിം സംഭവം 10-20 വർഷം മുമ്പാണ് സന്തോഷ് ജോർജ് ഫോളോ ചെയ്ത് ആളിന്ന് വലിയ ചാനലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഫ്യൂച്ചർ പ്ലാനുകൾ എന്താണ്? ഇല്ല, എനിക്കിപ്പോൾ എന്താ വെച്ചാൽ ഞാനിവിടെ തൃശ്ശൂർക്ക് മാറിയിട്ടുണ്ട്. എൻ്റെ പണികൾ നടന്നുകൊണ്ടിരിക്കുകയാണ് കുറേ. എൻ്റെ ഇപ്പോൾ ഒരു പ്ലാനിങ് എന്ന് പറയാനൊന്നുമില്ല. ആദ്യം ഈ പ്രൊഫഷണലി നമ്മൾ കൂടുതൽ എന്താ പറയില്ലേ, അതിൽ എൻജോയ് ചെയ്യുക, ആ ഒരു ആസ്വദിക്കുക. അതാണ് ഞാൻ പറഞ്ഞത്. ഇപ്പം ഞാൻ ഇത്രയും പരസ്യം ചെയ്തിട്ടുണ്ട്, ഇത്രയും ആളുകളായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരാൾ പോലും സുനിൽ തരകൻ എന്നെ പറ്റിച്ചു അല്ലെങ്കിൽ അദ്ദേഹം അനാവശ്യമായി എന്നിൽ നിന്ന് പണം വാങ്ങി എന്ന് ആരെങ്കിലും രേഖപ്പെടുത്തുകയാണെങ്കിൽ അത് സാധ്യതയില്ല എന്നാണ് എൻ്റെ ഹൃദയത്തിലുള്ള പൂർണ്ണമായിട്ടുള്ള വിശ്വാസം. അപ്പോൾ ഓൾ ദ ബെസ്റ്റ്. അപ്പോൾ ഫ്യൂച്ചറിൽ വലിയ വലിയ പ്രോജക്റ്റുകൾ വരട്ടെ, വലിയ വലിയ പരസ്യങ്ങൾ ചെയ്യാൻ പറ്റട്ടെ. ഓക്കെ, താങ്ക് യു.